കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ പ്രതിനന്ദി പ്രകാശിപ്പിക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിന്റെ തിരുനാമം വിളിച്ചപേക്ഷിക്കും എന്ന സങ്കീർത്തന വചനം ഉരുവിട്ടുകൊണ്ട് ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ പൗരോഹിത്യം സ്വീകരിച്ചതിന്റെ 125 വർഷം നാം ഇന്ന് സാഘോഷം കൊണ്ടാടുന്നു. താപസനാം ധന്യ വന്ദനമരുളുന്നു, വിശ്വാസികളങ്ങേ സവിധേയണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. താപസനാം ധന്യ വന്ദനമരുളുന്നു, വിശ്വാസികളങ്ങേ സവിധേയണയുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ആദിയുഷസ്സിൻ കതിരുകൾ പോലെ വിളങ്ങി ഇന്നീ തിരുസഭയങ്ങേ പാടി വണങ്ങുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പാലാ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ പ്രിയമുള്ള മെർലിനാമേ, പ്രിയമുള്ള കൗൺസിലേഴ്സ്, ഞങ്ങളുടെ മുൻ ജനറാളമ്മമാരായ അൽഫോൻസാമ്മ, ത്രേസ്യാമ്മ അമ്മ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പാലായിലെ പ്രിയപ്പെട്ട അമ്മമാരെ, വിവിധ രൂപതകളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, വളരെ പുണ്യപ്പെട്ട ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 125 വർഷം പൗരോഹിത്യ സ്മരണ പുതുക്കുന്ന ഈ ഒരു കബറിടത്തിനരികെ, നമ്മുടെ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ കബറിടത്തിനരികെ പ്രാർത്ഥനാപൂർവം നമ്മളായിരിക്കുമ്പോൾ, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഏറ്റവും അനിവാര്യമായിട്ടുള്ള, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുകയാണ്. നമ്മളിവിടെ പ്രാർത്ഥനാപൂർവ്വം നേരത്തെ ആയിരിക്കുമ്പോൾ ആമുഖത്തിൽ നമ്മുടെ സിസ്റ്റർ അവിടെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ തിരുഹൃദയ സന്യാസിനി സമൂഹവുമായി ബന്ധപ്പെട്ട് ആ സഹോദരിമാരെ വിളിച്ചപ്പോൾ വന്നിട്ടുള്ളവരായിരിക്കും. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന ആളുകളോട് മാത്രം ചോദിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് SHL സിസ്റ്റർമാരുണ്ടോ? എത്ര പേരുടെ കുടുംബത്തിൽ നിന്നുണ്ട്? കുറേ പേരൊക്കെ ഉണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ SHകാരെ പരിചയം ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയുള്ളത് വന്നല്ലേ? ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി വന്നതല്ലേ നിങ്ങൾ? അല്ലേ? ഇവിടെയാണെങ്കിലും പള്ളിയിലാണെങ്കിലും പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഇവിടെ എത്തിച്ചേർന്നവരാണ് നിങ്ങൾ. ഞങ്ങളെ അറിയാവുന്നത് കൊണ്ട്, നമ്മുടെ സിസ്റ്റേഴ്സിനെ അറിയാവുന്നത് കൊണ്ട്, സിസ്റ്റേഴ്സിനോട് പരിചയമുള്ളത് കൊണ്ട്, സിസ്റ്റേഴ്സ് സേവനം ചെയ്യുന്ന ഇടവകയിൽ നിന്നായതുകൊണ്ടൊക്കെ വന്നു ചേർന്നതാണ്. അപ്പം അങ്ങനെ വരാൻ നമ്മളെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കുന്നു അത് ഈശോയുടെ തിരുഹൃദയമാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഇവിടെ വന്നത്. ഈശോയുടെ തിരുഹൃദയ ദാസനായ ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛനെ കുറിച്ച് കേട്ടറിവുള്ളത് കൊണ്ടും പ്രാർത്ഥിച്ച അനുഭവം ഉള്ളത് കൊണ്ടും ഇനി അറിയാനുള്ള ആഗ്രഹം കൊണ്ടും ഒക്കെയാണ് നമ്മളിവിടെ വന്നത്. നിങ്ങളെ ഇങ്ങോട്ട് എത്തിച്ച ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുൻപിൽ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. മലബാറിൻ്റെ അങ്ങ് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നവരുണ്ടെന്നറിയാം, അടുത്തു നിന്ന് വന്നവരുണ്ടെന്നും അറിയാം. എല്ലാവരെയും തിരുഹൃദയ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരല്പസമയം നമുക്ക് ഈശോയുടെ തിരുഹൃദയവുമായി ബന്ധപ്പെട്ട്
ധന്യൻ കവലിക്കാട്ടിൽ മത്തായി അച്ഛനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാനിങ്ങനെ ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഗുരുവിൻ്റെ കഥ മുൻപ് വായിച്ചതിനെ ഓർത്തെടുക്കുകയാണ്. രോഗബാധിതനായിരുന്നു ഈ ഉസ്താദ് കുറേ കാലം. കഠിനമേറിയ ഒരു രോഗത്താൽ വലഞ്ഞ് അദ്ദേഹം അങ്ങനെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിൽ തിരിച്ചെത്തി. അപ്പോൾ പരസഹായം കൂടാതെ, മറ്റൊരാളുടെ സഹായം കൂടാതെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക ബുദ്ധിമുട്ടാണ്. അത്രയും ക്ഷീണിതനായിരുന്നു നമ്മുടെ ഗുരു. അപ്പോൾ ഈ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത്, പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാത്ത ഈ ഗുരുവിൻ്റെ അവസ്ഥയൊക്കെ കണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നത് ഹൃദയ് എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ്. വളരെ ശ്രദ്ധയോടെ ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. നല്ല തണുപ്പുള്ളൊരു കാലഘട്ടമായിരുന്നു. ഇപ്പം തണുപ്പ് ഉള്ള പ്രഭാതത്തിൽ ശരിക്കും വെള്ളം രാവിലെ നമുക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുക്കുമ്പോൾ പോലും ഐസ് കട്ട പോലെ തണുത്തിരിക്കും. അപ്പം അത് ഗുരുവിന് പ്രയാസം ഉണ്ടാക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് ഈ ഗുരുവിന് വേണ്ട വെള്ളമൊക്കെ ചൂടാക്കി അദ്ദേഹം കൊടുക്കാറുണ്ട്. എല്ലാ ദിവസവും അതങ്ങനെ മുടങ്ങാതെ അവൻ വളരെ സ്നേഹത്തോടെ ചെയ്യാറുണ്ട്. ഒരു ദിവസം രാവിലെ നമ്മുടെ ഹൃദയം ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങിപ്പോയി പതിവുള്ള സമയത്ത് നമ്മുടെ ഗുരു ഉസ്താദ് എഴുന്നേറ്റു. അദ്ദേഹം പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ട വെള്ളമൊക്കെ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം എഴുന്നേറ്റിട്ടില്ലല്ലോ. തണുത്ത വെള്ളം, ഒരു കുടം തണുത്ത വെള്ളം എടുത്തുകൊണ്ട് അദ്ദേഹം അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീങ്ങുകയാണ്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ശബ്ദം കേട്ട് നമ്മുടെ ഹൃദയം പെട്ടെന്ന് എഴുന്നേറ്റ് ഊട്ടി വന്ന് അദ്ദേഹം ആകപ്പാടെ വിഷമിച്ചു. കാരണം തണുത്ത വെള്ളം കൊണ്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പെട്ടെന്ന് ഈ ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് ആ മൊന്ത വാങ്ങിച്ചിട്ട്, വെള്ളത്തോടു കൂടി ആ മൊന്ത വാങ്ങിച്ചിട്ട് അദ്ദേഹം തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു, ചങ്കോട് ചേർത്ത് വെച്ചു ഈ മൊന്ത. കുറച്ച് സമയം നിന്നു. അപ്പോൾ ഒത്തിരി സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉസ്താദ് എന്ന് പറയുന്ന ആ ആശ്രമശ്രേഷ്ഠൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു പുഞ്ചിരിയോടെ അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് ഈ മുന്തയും വാങ്ങിച്ച് ഈ കുടവും വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് പോയി. പക്ഷേ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. അത്ഭുതം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പസമയം തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച ആ മുന്തയിലുള്ള ചെറിയ കുടത്തിലുള്ള വെള്ളം ചൂട് പിടിച്ചിരുന്നു. അപ്പോൾ ഗുരുവിന് ഭയങ്കര അത്ഭുതമായി. ഇതെങ്ങനെ സംഭവിച്ചു? ഹൃദയ്, നീ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ വെള്ളം ചൂടാക്കി തന്നത്? ഹൃദയ് പറഞ്ഞു, എനിക്കറിയില്ല ഗുരു. ഞാൻ ഒരു കാര്യം ചെയ്തു. ആ വെള്ളം ഞാൻ എൻ്റെ ചങ്കോട് ചേർത്ത്, ആ മുന്ത, ആ പാത്രം എൻ്റെ ചങ്കോട് ചേർത്ത് ഞാൻ പിടിച്ചു. ഒരുപക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ ചൂട് കൊണ്ട് ആ മുന്തയിലെ വെള്ളം ചൂട് പിടിച്ചതായിരിക്കാം. ഇതാണ് ആ ഒരു കഥ. എൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പ്രിയപ്പെട്ട അപ്പച്ചമാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, തിരുഹൃദയത്തിൻ്റെ ചൂട് ഹൃദയത്തിൽ കൊണ്ടു നടന്ന, ചങ്കിലെരിയുന്ന സ്നേഹം സൂക്ഷിച്ച ഒരു മനുഷ്യൻ്റെ അരികിലാണ്, ഒരു വൈദികന്റെ അരികിലാണ്, ഒരു പുണ്യപുരുഷന്റെ അരികിലാണ് ഞാനും നിങ്ങളും ഇരിക്കുന്നത്. ദിനരാത്രങ്ങൾ ഈശോയുടെ തിരുഹൃദയ സന്നിധിയിൽ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ ഹൃദയം യോഹന്നാൻ സ്ലീഹായെ പോലെ, യോഹന്നാൻ എപ്പോഴാ ചേർത്ത് വെച്ച ഓർമ്മയുണ്ടാവും? അന്ത്യത്താഴത്തിൽ അല്ലേ? അന്ത്യത്താഴത്തിൽ യോഹന്നാൻ സ്ലീഹ ഈശോയുടെ വക്ഷസിലേക്ക് ഹൃദയം ചാരി വെച്ച് തല ചേർത്ത് വെച്ച് ആ ഒരു പീഡാസഹനത്തിന്റെ രഹസ്യത്തിന്റെ ആ ചുരുളൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ധ്യാനിച്ചിരുന്ന ആ യോഹന്നാൻ സ്ലീഹായെ പോലെ ദിനരാത്രങ്ങളിൽ ഈ അപ്പൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അപ്പൻ, ചെലവഴിച്ചിരുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നു. ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ അനുകമ്പാർദ്രമായ മാനുഷികമായ സ്നേഹഭാവങ്ങൾ മുഴുവനും തൻ്റെ നെഞ്ചിലേക്ക് സ്വീകരിച്ച് തൻ്റെ വൈദിക ജീവിതത്തിൻ്റെ അജപാലന ശുശ്രൂഷയ്ക്കിടയിലൂടെ താൻ കടന്നു ചെല്ലുന്ന കുടുംബങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്ക്, അതധികവും പാവപ്പെട്ട കുടുംബങ്ങളിൽ അവശത അനുഭവിക്കുന്നവർക്ക്, ദാരിദ്ര്യത്തിൻ്റെ കെടുതിയിലൂടെ കടന്നു പോകുന്നവർക്ക്, പാപത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക്, അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണമായ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം ഉദാരമായി നൽകിയ ഒരു വലിയ വ്യക്തിത്വമാണ്
ധന്യൻ കതിരിക്കാട്ടിൽ മത്തായി അച്ഛൻ. നമ്മൾ വളരെ അത്ഭുതത്തോട് ചിന്തിക്കുന്നത്, സാധാരണ നമ്മുടെ ഇടവകയിലൊക്കെ കൊച്ചച്ഛന്മാരായിട്ട് കടന്നു വരുന്നവർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മിക്കവാറും ഓർഡിനേഷൻ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ ഇടവകയിൽ ഒരു കൊച്ചച്ഛന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു വല്യച്ഛന്റെ കീഴില് വല്യച്ഛന്മാര് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപടി ചെയ്ത് ഇടവക ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന കൊച്ചച്ഛന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കൊച്ചച്ഛനായിരിക്കുമ്പോൾ പൗരോഹിത്യം കഴിഞ്ഞ് അധികം വർഷമാകാതെ ആദ്യത്തെ വർഷവും 2ാമത്തെ വർഷവും ഒക്കെ ഈ പാലായുടെ പരിസര പ്രദേശങ്ങളിലുള്ള ഇടവകളിൽ വല്യച്ഛന്മാരുടെ കീഴിൽ ഇങ്ങനെ അച്ഛന്മാരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുന്ന ആ അവസരത്തിൽ പോലും അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവജനത്തെ തേടി ഇറങ്ങുകയായിരുന്നു. അതാണ് ഈ പൗരോഹിത്യത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഒരു ഇടവക വൈദികൻ എന്ന നിലയിൽ രാവിലെ പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന ചൊല്ലി, നമ്മൾ നേരത്തെ അനുസ്മരണം സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ വയലിൽ പിതാവ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. അച്ഛന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവജനം കരയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും അച്ഛനും കരഞ്ഞിട്ടുണ്ടാവും. ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് മിഴികൾ നിറഞ്ഞ് അൾത്താരയിൽ ജനത്തിന്റെ വേദനകളെ ചേർത്ത് വെച്ച് ബലിയർപ്പിക്കുന്ന ഈ വൈദികന്റെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന മനുഷ്യർ നിറകണ്ണുകളോടെയാണ് ആർസ്ലെ വികാരിയുടെ കുർബാനയിൽ പങ്കെടുത്തതുപോലെ കടന്നുപോയിരുന്നു എന്ന് പറയാം. അങ്ങനെ പ്രഭാത ബലി അർപ്പിച്ചതിന് ശേഷം ദൈവജനത്തെ തേടി ഇറങ്ങുന്ന ഒരു സാധാരണ മനുഷ്യൻ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലെ മക്കളുടെ ഹൃദയത്തിന്റെ വിങ്ങലുകള് സ്വന്തം പ്രാർത്ഥനയാക്കി മാറ്റി അന്തിയാകുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകളോളം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്ന ഈ മനുഷ്യൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ മനുഷ്യർക്ക് എങ്ങനെയാണ് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് എന്ന് പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഉപദേശങ്ങൾ തേടിയും ദിവസങ്ങളോളം വർഷങ്ങളോളം ഇങ്ങനെ ധ്യാനിച്ചു നടന്ന ഈ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം കൊളുത്തി വെച്ച ഒരു വലിയ ദീപമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. ജീവിതത്തിന്റെ യാത്രക്കിടയിൽ അദ്ദേഹം കണ്ടുമുട്ടി അനാഥരും അവശരും ദരിദ്രരും പീഡിതരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യർ. കുടുംബത്തിന്റെ ഉള്ളിൽ തന്നെ വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ട് സ്നേഹം തിരസ്കരിക്കപ്പെട്ട് അനാഥത്വം അനുഭവിക്കുന്ന സ്ത്രീജനങ്ങൾ, വയോധികർ, കൊച്ചുമക്കൾ, അപ്പന്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാതെ അലയുന്ന കുഞ്ഞുങ്ങളുടെ ദീനത, രോഗപീഡിതരായി കഴിയുന്നവര്. അതിനിടയിൽ അദ്ദേഹം കണ്ടുമുട്ടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സന്യാസ സമൂഹങ്ങളില് നമ്മൾ സാധാരണ രീതിയിൽ പറയും, ഇന്നത്തെ രീതിയിൽ പറയും പത്രവേണി. ഒരു സന്യാസ സമൂഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കൊടുക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള ചെറിയൊരു കാര്യം. അപ്പൊ അതിന് സാമ്പത്തിക പരാധീനതകൾ കൊണ്ട്, അതിന്റെ കുറവ് കൊണ്ട് അന്നത്തെ സന്യാസ സമൂഹങ്ങളിൽ അംഗത്വം നേടാൻ കഴിയാതെ അതേസമയം സമർപ്പിത ജീവിതം നയിക്കണമെന്നും തങ്ങളെ തന്നെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ച് സന്യാസ ജീവിതം ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരിക്കുന്ന വിങ്ങുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിച്ചിരുന്ന കുറച്ച് സ്ത്രീ യുവതികൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മുഖങ്ങളെ ധ്യാനിച്ചെടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തിരുഹൃദയ സന്യാസിനി സമൂഹം എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉടലെടുത്തത്. അങ്ങനെയാണ് ആദ്യം 10 യുവതികൾ, അതിൽ 4 യുവതികളെ ചേർത്ത് ഇതിന് തൊട്ടടുത്തുള്ള ഇതാണ് നമ്മുടെ ആദ്യത്തെ ഭവനം, നെല്ലിക്കുന്നേൽ പുരീടം എന്ന് പറയും. അവിടെയുള്ള ഒരു കൊച്ചു ഓലപ്പുര കൊണ്ടുണ്ടാക്കിയ ഒരു കൊച്ചു വീട്ടില് ഈ യുവതികളെ കൊണ്ടുവന്ന് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി തിരുഹൃദയ സന്യാസിനി സമൂഹത്തിലേക്ക് അംഗങ്ങളെ സ്വീകരിച്ചു. എസ്എച്ചിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഈ ചരിത്രമൊക്കെ അറിയാം. എങ്കിലും അപ്പന്റെ കബറിടത്തിൽ നിന്നുകൊണ്ട് നാം ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണിന്റെ പവിത്രത, ചരിത്ര വഴികൾ നമ്മൾ ധ്യാനിക്കുന്നത് കൂടുതൽ അച്ഛനെ സ്നേഹിക്കാൻ നമുക്ക് സഹായകമാകുമല്ലോ. അതുകൊണ്ടാണ് ഈ ആദ്യത്തെ കാര്യം ഒന്നുകൂടി പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ ആരംഭിച്ചെങ്കിലും തിരുഹൃദയ സമൂഹം എന്ന് പറയുന്ന ഒരു സ്വപ്നം ഫലമണിയുവാൻ അദ്ദേഹത്തിന് ഏതാണ്ട് 25
35 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. 11 സന്യാസ സമൂഹത്തിന് ആരംഭം കുറിച്ചു. 35 തിരുഹൃദയ സഭ എന്ന പേര് അത് ലഭ്യമായത്. അതിനിടയിലൂടെ കടന്നുപോയ ആത്മസംഘർഷങ്ങൾ ആര് മനസ്സിലാക്കിയിട്ടുണ്ടാകും? ഈശോയുടെ തിരുഹൃദയം മാത്രം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാക്കന്മാരായി കൂടെ ഉണ്ടായിരുന്ന വല്യച്ഛന്മാരോ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. തൻ്റെ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്ന അംഗങ്ങൾക്ക് അച്ഛൻ അനുഭവിച്ച മനോവേദനയുടെ തീവ്രത ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം എല്ലാം ഉള്ളിലടക്കി സഹനദാസനെ പോലെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ, ദിവികാരുണ്യത്തിന് മുൻപിൽ നീറുന്ന മനസ്സുമായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന തികഞ്ഞ ദൈവാശ്രയ ബോധത്തിൻ്റെ, അചഞ്ചലമായ ദൈവാശ്രയ ബോധത്തിൻ്റെ ഒരു ഉടമയായിരുന്നു നമ്മുടെ സ്ഥാപക പിതാവ്. ദൈവഹിതം ആരിലൂടെയാണോ കടന്നു വന്ന്, തൻ്റെ അധികാരികളിലൂടെ കടന്നു വരുന്ന ദൈവഹിതത്തെ സ്വന്തം ഇഷ്ടത്തിന് വിപരീതമായിരുന്നുവെങ്കിൽ പോലും അതിനെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു മനസ്സ്, ഈശോയുടെ ഒരു മനസ്സ് നമ്മുടെ സ്ഥാപക പിതാവിനുണ്ടായിരുന്നു. ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഈശോയെ കുറിച്ച് വചനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണല്ലോ: ഈശോയുടെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലായിടത്തും ഒരേ ഒരു ലക്ഷ്യമാണ്. എന്താണോ പിതൃഹിതം അത് നിറവേറ്റുക. അപ്പോൾ പിതാവിന്റെ ഹിതം നിറവേറ്റിയ ഈശോയെ പോലെ അധികാരികളിലൂടെ കടന്നു വരുന്ന ദൈവത്തിന്റെ ഹിതം, പ്രാർത്ഥനയിലൂടെ തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ ഹിതം ജീവിതത്തിന്റെ എല്ലാ ഗതിവിഗതികളിലും, പ്രിയപ്പെട്ടവരെ, അത് വളരെ സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ മാത്രമല്ല, ഏറ്റവും സങ്കീർണമായ മാനസിക സംഘർഷങ്ങളിലൂടെ വലിയ സഭയിൽ നിന്ന് പോലും, അധികാരികളിൽ നിന്ന് പോലും വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിൽ പോലും അദ്ദേഹം അതിനു വേണ്ടി കാത്തിരുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്ഥാപക പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അപ്പൊ ഇങ്ങനെ എന്നിട്ട് ഞാൻ പറയും, തിരുഹൃദയ സഭ എന്ന പേര് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. കാരണം സ്ഥാപക പിതാവിൻ്റെ, ഞങ്ങളുടെ അപ്പൻ്റെ മരണസമയം കൃത്യസമയത്താണ് റോമിൽ വെച്ച് തിരുഹൃദയ സഭ എന്ന ഒരു അംഗീകാരം ഈ സമൂഹത്തിന് ലഭിച്ചത്. അതിനിടയിലുള്ള കാലഘട്ടം മുഴുവനും FCCയുടെ ഒരു ഭാഗമായി, എൽസെബിഎസിന്റെ ഒരു ഭാഗമായി എന്നതുപോലെയൊക്കെയാണ് അവരുടെ നിയമാവലി, അവരുടെ വേഷവിധാനങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ കടന്നുപോയത്. പക്ഷേ തിരുഹൃദയ സന്യാസിനി സമൂഹമെന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം സഫലമാകുവാൻ ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഒരപ്പൻ്റെ കുടീരത്തിന് മുൻപിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് നമുക്ക് അച്ഛനോടുള്ള സ്നേഹം അത് വർണ്ണനാതീതമാകുന്നത്. ഈ പാദാന്തികത്തിലിരുന്നു കൊണ്ട് ഈ ഒരു പുരോഹിതനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ എല്ലാ സമ്പൂർണതയും, ആ പൗരോഹിത്യത്തിൻ്റെ സകല ഗുണവിശേഷങ്ങൾ ഒത്തുചേർന്ന ഒരു പാവപ്പെട്ട വൈദികൻ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരുപക്ഷെ രൂപതയിൽ ചെന്ന് ഇപ്പോഴുള്ള വൈദികരോടോ ഇവിടുത്തെ ദൈവജനത്തോടോ ധന്യൻ കതിൽക്കാട്ട് മത്തായി അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കറിയാമോ എന്ന്. കാരണം അത്രത്തോളം ആരാലും അറിയപ്പെടാതെ ജീവിച്ച ഒരു വലിയ വൈദികനാണ് നമ്മുടെ സ്ഥാപക പിതാവ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ കഥയിലെ ഹൃദയി ആ ഒരു തണുത്ത വെള്ളം തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ചപ്പോൾ ഹൃദയത്തിൻ്റെ ചൂടുകൊണ്ട് ആ തണുത്ത വെള്ളം ചൂടായതുപോലെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തെ തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ച് ഈശോ തിരുഹൃദയത്തിൻ്റെ സവിശേഷമായ സ്നേഹം കൊണ്ട് അതിനെ മഹത്വമാക്കപ്പെട്ട, അതിനെ പവിത്രീകരിക്കപ്പെട്ട, പരിശുദ്ധമാക്കപ്പെട്ട അത്തരമൊരു ജീവിത ശൈലിയുടെ ഉടമയായിരുന്നു നമ്മുടെ സ്ഥാപക പിതാവ്. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക. നമ്മുടെ ചുറ്റുപാട് വന്ന് നോക്കുമ്പോൾ ഇന്ന് ഹൃദയമില്ലാത്തവരുടെ എണ്ണം കൂടിക്കൂടി പെരുകി വരികയാണ്. നമ്മളുടെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ, പത്രങ്ങൾ തുറന്നു വെച്ചാൽ, ഇന്നത്തെ ചുറ്റുപാടുമുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് വാസ്തവത്തിൽ ഹൃദയമില്ലാത്തവരുടെ എണ്ണം കൂടി വരികയാണ്. ഒരു 2-3 ആഴ്ചയ്ക്ക് മുൻപ് നിങ്ങൾ പത്രത്തിലൂടെ കണ്ടു. ഞാൻ ഒരു മാനന്തവാടിക്കാരിയാണ്, കോട്ടയത്താണെങ്കിൽ. ഞങ്ങളുടെ വയനാട്ടിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു പയ്യന്, നിങ്ങൾ വാർത്ത വയനാട്ടിലുള്ളവർക്ക് കൃത്യ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ടാവും. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന പിള്ളേര് ഒരു പയ്യനെ
അവനെ കളിയാക്കിയെന്നോ എന്തോ പറഞ്ഞു എന്ന കാരണം കൊണ്ട് ആ പയ്യനെ അടിച്ച് നിരപ്പാക്കി വലിയ വലിയ വിധത്തിൽ അവനെ ഉപദ്രവിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വന്നു. അടിക്കുന്ന സമയത്തൊക്കെ മറ്റു മതത്തിൽപ്പെട്ട കുട്ടികളാണ്, നമ്മുടെ ഒരു കത്തോലിക്ക കുടുംബത്തിൽപ്പെട്ടവനാണ് അടിയേറ്റത്. അടിക്കുന്ന സമയത്തൊക്കെ യേശുവിൻ്റെ പുത്രനായ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയിപ്പിച്ചു. ഹല്ലേലൂയ പറയിപ്പിച്ചു. ഹല്ലേലൂയ പറഞ്ഞു കൊടുത്തു. പിന്നെ അവർ പറഞ്ഞു കൊടുത്ത വാക്യങ്ങളൊക്കെ അവൻ ഏറ്റു പറയേണ്ടി വന്നു. ഇതാരോടും പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ ഉപദ്രവിച്ചു. അപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ ഒരു ക്രൈസ്തവനായതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നിന്ന് ഇന്ന് തിരസ്കരണങ്ങളും പരിഹാസവും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരുന്ന നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ നമുക്കറിയാം. അത് മാത്രമല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരും. ഞാൻ പെട്ടെന്ന് ഓർത്ത് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹൃദയമില്ലാത്ത പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്നു. കൗമാരപ്രായത്തിലുള്ളവർ പീഡിപ്പിക്കപ്പെടുന്നു. ഇനി അങ്ങോട്ട് ചെന്ന് വേറെന്താ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഇന്നത്തെ ഒരു സാംസ്കാരികമായിട്ടുള്ള അവസ്ഥ, ധാർമ്മികമായിട്ടുള്ള അവസ്ഥ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ തലങ്ങളൊക്കെ വല്ലാതെ ഇന്ന് കുഴഞ്ഞു മറിയുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതിന്നും എന്നും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിലാണ് നമ്മുടെ ഈശോ മനുഷ്യനായി അവതരിച്ചതെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥിതികളോട്, ഇന്നത്തെ പ്രശ്നങ്ങളോട് അദ്ദേഹം നമ്മുടെ ഈശോ പ്രതികരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഭാവം ഒപ്പിയെടുത്ത നമ്മുടെ കതിരിക്കാട്ടിൽ മത്തായി അച്ഛൻ എന്തുമാത്രം ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ മാനുഷിക ഭാവത്തെ സ്വന്തമാക്കിയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഈ ഒരു സവിശേഷമായിട്ടുള്ള പുണ്യങ്ങൾ പ്രിയപ്പെട്ടവരെ, അത് സമർപ്പിതർക്ക് മാത്രമല്ല, പുരോഹിതർക്ക് മാത്രമല്ല, കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന നമുക്കെല്ലാം ഒരു കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക്, ഒരു കുടുംബത്തിന്റെ പുണ്യ ജീവിതത്തിന്, ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കർത്താവിന്റെ ഹൃദയത്തിന്റെ മാനുഷിക ഭാവങ്ങൾ അലിഞ്ഞു ചേർക്കപ്പെടണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുഹൃദയത്തെ ഇദ്ദേഹം എങ്ങനെയാണ് ധ്യാനിച്ചെടുത്തത്, അത് നമുക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് എന്നുകൂടെ ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ ഞാൻ കരുതുകയാണ്. ഈശോയുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും സവിശേഷമായ സ്വപ്നം ഏതാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ സ്വപ്നങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതൊരു വീടിനെ കുറിച്ചുള്ള സ്വപ്നമാണ് എന്ന്. കാരണം ദൈവത്തിന്റെ സൃഷ്ടിയില് ലോകത്തെ മുഴുവനും വളരെ മനോഹരമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം ആദത്തെയും ഹവ്വയും ആദ്യ മനുഷ്യരെ സൃഷ്ടിച്ചു. പറുദീസയിലാക്കിയതൊരു കുടുംബമായിട്ട് തന്നെയാണ്. വർദ്ധിച്ചു പെരുകാൻ പറഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്തെ കീഴടക്കാനാണ് ആദ്യ മാതാപിതാക്കൾക്ക് ആദ്യം കൊടുത്ത വാഗ്ദാനം. അവിടെ നിന്ന് അങ്ങോട്ട് തലമുറയുടെ ആരംഭം കുറിക്കുകയാണ്. കുടുംബമായിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ആദ്യ മാതാപിതാക്കന്മാർ. അതിനുശേഷം നമ്മളുടെ പിതാക്കന്മാരായപ്പോൾ അബ്രാഹത്തിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെയും നമ്മുടെ യാക്കോബിന്റെ നമ്മുടെ തലമുറകളുടെ ചരിത്രം ആരംഭിക്കുന്ന അവിടെ നിന്നാണല്ലോ. ഒക്കെ കുടുംബമായിട്ടാണ്. പ്രിയപ്പെട്ട പിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കുന്നു. മരണമെത്തുമ്പോൾ അവര് മക്കളെ കൊണ്ടുവന്ന അനുഗ്രഹം സ്വീകരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അതിലൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അബ്രാഹത്തിന്റെ അനുഗ്രഹം, യാക്കോബിന്റെ അനുഗ്രഹം ഒക്കെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞു പോകുമ്പോൾ. അപ്പോൾ ഒരു വിശിഷ്ട ജനമായി, തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിട്ട് ഈ ദൈവജനം വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഒരു സമൂഹമായി, കുടുംബമായി, ഗോത്രമായിട്ടാണ് തമ്പുരാൻ ദൈവജനത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വളർച്ചയുടെ ആ ഒരു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണം എന്നതുപോലെ ദൈവജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി രക്ഷകനായി അവതരിക്കുന്ന ഈശോ പിറന്നു വീഴുന്നത് കുടുംബത്തിലാണ്. അതുകൊണ്ടാണ് വീട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. വീടിനെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈശോയുടെ ആ സുവിശേഷ പ്രഘോഷണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ. നസ്രത്തിൽ വന്നു പിറന്ന കർത്താവ് നമ്മുടെ ഈശോ മിശിഹ, യേശുപിതാവിന്റെയും മാതാവിന്റെയും ആ അപ്പനമ്മമാരുടെ ആ ഒരു പൈതൃകത്തിൽ വളർന്നു വന്ന ഈശോ മോശയുടെ നിയമങ്ങളൊക്കെ പഠിച്ച് കൃത്യമായി ദൈവകൽപ്പനകൾ അനുസരിച്ച്
ഉത്തമനായ ഇസ്രായേൽ പുത്രനെ പോലെ ജീവിച്ച് നമ്മുടെ യേശു. അപ്പൊ നമ്മൾ ഓർക്കണം, ഒരു കുടുംബം പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. കർത്താവിന്റെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, വീട് സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്നു. നമുക്കറിയാം, കാനായിലെ കല്യാണ വീട് എടുത്തു നോക്കിയാലും, ചുങ്കക്കാരന്റെ വീട് നോക്കിയാലും, ഫരിസേനായ ശിമയോന്റെ വീടെടുത്താലും, ബദാനിയായിലെ മർത്താ മറിയം സഹോദരിമാരുടെ വീടെടുത്താലും, ജായിറോസിന്റെ, ശതാധിപന്റെ, പത്രോസിന്റെ, ഇങ്ങനെ വലിയ പ്രാധാന്യം വീടുകൾക്കുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്നത് പ്രിയപ്പെട്ട കുടുംബത്തിലെ വീട്ടമ്മമാരും അപ്പച്ചന്മാരുമാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീടിനെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം അത് പവിത്രമായിരിക്കണം. വീട് ഗൗരവമായി എടുക്കേണ്ട ഒരു ഇടമാണ്. ഇപ്പോൾ സമർപ്പിതരെ സംബന്ധിച്ചോ, സമർപ്പിതരുടെ വീടാണ് നമ്മളുടെ ഭവനം. നമ്മളും 4, 5, 6, 7 പേര്, അല്ലെങ്കിൽ വലിയ ഹൗസാണെങ്കിൽ ഒരുപാട് പേര് ഒരു മദറിന്റെ കീഴിൽ നമ്മൾ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ നമ്മളും താമസിക്കുകയാണ്. അപ്പോൾ ഭവനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. വീട് എന്ന് പറയുന്നത് കല്ലും മണ്ണും ഒക്കെ ചേർത്ത്, സിമെന്റും കട്ടകളും ഒക്കെ ചേർത്ത്, മരവും തടിയും ഒക്കെ ചേർത്ത് വെച്ച് നമുക്ക് വീടുണ്ടാക്കാം. പക്ഷെ ആ വീടിനെ ഒരു ഭവനമാക്കി പണിതുയർത്തപ്പെടണമെങ്കിൽ അതിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സാഹോദര്യവും സ്നേഹവും സമർപ്പണവും സേവനവും ഒക്കെ അവിടെ കൂടിച്ചേരണം. അപ്പോഴാ നമ്മുടെ വീടൊരു ഹോം ആയി മാറുകയുള്ളൂ. ഹോം എന്ന വാക്ക് നമ്മുടെയും സാന്തവും ഹോം എന്ന് ചേർത്താണല്ലോ നമ്മൾ പറയാറുള്ളത്. ഹൗസ് എന്നാണല്ലോ. അപ്പോൾ ഒരു ഹോം എന്ന വാക്കിന്റെ ആ ഒരു അക്ഷരങ്ങളെ നമ്മളൊന്ന് നോക്കിക്കേ. വീടിനെ വിശുദ്ധീകരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ് നമ്മുടെ അച്ഛൻ. വീടാന്തരം കയറിയിറങ്ങിയ ഈ അച്ഛൻ ഓരോ കുടുംബത്തെയും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് തിരുഹൃദയ പ്രതിഷ്ഠ ചൊല്ലണമെന്ന് അവരോട് പറഞ്ഞ്, മാസാദ്യ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി പള്ളിയിൽ പോകണമെന്ന് കൽപ്പിച്ച്, തിരുഹൃദയ ജപമാല ഉൾപ്പെടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഭക്ത അഭ്യാസങ്ങൾ അവരെ പഠിപ്പിച്ച് വീടിനെ വിശുദ്ധീകരിക്കാൻ ഇറങ്ങി തിരിച്ച ഒരപ്പന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഹോം എന്ന് പറയുന്ന ആ പദത്തിന്റെ അക്ഷരങ്ങൾ ഞാൻ എടുക്കുകയാണ്. ഹോം എന്ന പദത്തിലെ ആദ്യത്തെ അക്ഷരം എച്ച് ആണ്. എച്ച് എന്താണ് എച്ച് സൂചിപ്പിക്കുന്നത്? എച്ച് ഹോളിനെസ് ആണ്, വിശുദ്ധി. ഒരു സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞു, കല്ലും മണ്ണും ഉണ്ടാക്കി നമ്മൾ നിൽക്കുന്ന ഒരു വീട്, ആ വീട് ഒരു ഹോം ആയി മാറുന്നത്, ഒരു ഭവനമായി മാറുന്നത് പ്രധാനമായും അവിടെ വിശുദ്ധി കളിയാടുമ്പോഴാണ്. നമ്മുടെയൊക്കെ വീട്, നമ്മുടെ കോൺവെന്റുകൾ, നമ്മുടെ കോൺവെന്റുകൾക്ക് ഒരു പടി കൂടി അതിൽ കുറച്ചുകൂടി അകത്തുണ്ട്. എന്താണ് കാരണം? നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഈശോയുടെ ദിവ്യകാരുണ്യം പ്രതിഷ്ഠിച്ചിടമാണ്. ദൈവം വസിക്കുന്ന കൂടാരമാണ് ഓരോ മഠങ്ങളും. ദൈവത്തിന്റെ പ്രസൻസ് കളിയാടുന്ന ഇടമാണ് നമ്മളുടെ ഭവനങ്ങളുടെ ഉൾത്തടങ്ങൾ. അത് അടുക്കള മുതൽ നമ്മളുടെ പാർലർ തുടങ്ങി, നമ്മുടെ കിടപ്പ് മുറികൾ തുടങ്ങി, നമ്മുടെ ഉല്ലാസമുറികൾ തുടങ്ങി, നമ്മുടെ ഊട്ടുമുറികൾ തുടങ്ങി എല്ലായിടവും ആ ഭവനത്തിന്റെ ഹൃദയഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന സജീവനായ ദൈവപുത്രന്റെ പരിശുദ്ധ സാന്നിധ്യം കൊണ്ട് പവിത്രമാകേണ്ട ഇടമാണ് കോൺവെന്റുകൾ. പ്രിയമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നമ്മളൊക്കെ വീട് പണിതിട്ട് ആദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലേ? എന്നതാ ചെയ്യുന്നത്? എന്നാ ചെയ്യുന്നത്? അത് വെഞ്ചരിക്കും. അതുവരെ അവിടെ കല്ലും മണ്ണൊക്കെ അകലമുറികളാണ്. പക്ഷെ വെഞ്ചരിച്ച് ഈശോയുടെ തിരുഹൃദയം അവിടെ പ്രതിഷ്ഠിച്ച് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി ആ വീട് വെഞ്ചരിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട് ദേവാലയം പോലെ പവിത്രമാവുകയാണ്. ഓരോ വീടും ദേവാലയം പോലെ പവിത്രമാകണമെന്നാണ് അച്ഛൻ ഹൗസ് വിസിറ്റിനിടയിൽ, നമ്മുടെ ഭവന സന്ദർശനത്തിനിടയിൽ അച്ഛൻ അവരെ പഠിപ്പിച്ചത്. ആ വീടിൻ്റെ അപ്പനും അമ്മയും തമ്മിലുള്ള പരസ്പര സ്നേഹം, മക്കളോട് ചേർന്നുള്ളവരുടെ കൂട്ടായ്മയുടെ ജീവിതം, അയൽപക്ക ബന്ധങ്ങൾ, ദൈവത്തോടുള്ള ബന്ധം, ഇതൊക്കെ വിശുദ്ധമായിരിക്കണമെന്ന് ഈ അപ്പൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് തിരുഹൃദയ വാഗ്ദാനം എത്ര ഉണ്ടെന്നറിയാമോ? സാധാരണ അമ്മച്ചിമാർക്ക് 12 വാഗ്ദാനങ്ങളാണ് ഉള്ളത്. 12 വാഗ്ദാനങ്ങൾ ആരിലൂടെയാണ് കിട്ടിയത്?
തിരുഹൃദയ പ്രേക്ഷിത എന്നറിയപ്പെടുന്ന വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് കർത്താവിൻ്റെ ജ്വലിക്കുന്ന തീജ്വാല ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുന്ന ഹൃദയം കാണിച്ചു കൊടുത്തിട്ട് ഈ വാഗ്ദാനങ്ങൾ ഈ മാർഗരറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തി കൊടുത്തു. അതിൽ ഒന്നാമത്തേത് ഇതാണ്. അതുകൊണ്ട് ഞാൻ പ്രതിഷ്ഠയെക്കുറിച്ച് പറയാമോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈശോയുടെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിക്കുന്ന ഭവനങ്ങളും ഇടങ്ങളും അത് കൃപ നിറഞ്ഞതായി മാറും, അഭിഷേകമുള്ളതായി മാറും എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, നമ്മുടെ എല്ലാ വീടുകളും നമ്മുടെ എല്ലാ കോൺവെന്റുകളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈശോയുടെ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിക്കുന്ന, ഈശോയുടെ തിരുഹൃദയ രൂപം വെക്കുന്ന ഏത് സ്ഥലമായിക്കോട്ടെ, അത് വീടാവട്ടെ, സ്ഥാപനമായിക്കൊള്ളട്ടെ, എവിടെയായിക്കൊള്ളട്ടെ, അത് കൃപ നിറഞ്ഞതായി മാറുന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വീട് ഈശോയുടെ കൃപ നിറഞ്ഞ വിശുദ്ധിയുള്ള ഇടമാകണം. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചേ, ആ വീട്ടിലുള്ള അപ്പച്ചനും അമ്മയും മക്കളും ഒക്കെ ചേരുന്ന നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ ആത്മബന്ധങ്ങൾ, നമ്മുടെ ദാമ്പത്യ ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, നമ്മുടെ അയൽവക്കക്കാരും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ വിശുദ്ധി നിറഞ്ഞതാകണമെന്ന് ഈ അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കുടുംബം വിശുദ്ധീകരിക്കാൻ രാപകൽ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പുണ്യകുടീരത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛന്റെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയത്തിന്റെ പവിത്രമായ സ്നേഹം കൊണ്ട് നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഒരു കുടുംബമായി ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു കുടുംബത്തിന്റെ വിശുദ്ധിയാണ്, ഹോളിനെസ് ആണ്, പവിത്രതയാണ് എന്ന് പറയുന്നത്. അപ്പൊ പരിശുദ്ധി ഉണ്ടെങ്കിലാണ് ഹോം ആകാനുള്ള ഒരു ഘടകം. നമ്മുടെ കോൺവെന്റുകള് ഈശോയുടെ തിരുഹൃദയത്തിന്റെ പുണ്യഗേഹങ്ങളായി മാറണമെങ്കിൽ അവിടെ നിറഞ്ഞു നിൽക്കേണ്ടത് അംഗങ്ങളുടെ പരിശുദ്ധിയാണ്, അവിടെ ജീവിക്കുന്നവരുടെ ആ ഒരു പരിശുദ്ധിയാണ്. എന്താണ് പരിശുദ്ധിക്ക് നിരക്കാത്തത്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സൂക്ഷിക്കേണ്ട പവിത്രത, മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉള്ള ബന്ധത്തിൽ ഇരുകൂട്ടരും സൂക്ഷിക്കേണ്ട പവിത്രത, ദൈവകൽപ്പനകളുടെ ജീവിതം, അതിനൊരിക്കലും ലംഘനം വരാത്ത വിധത്തിലുള്ള വിശുദ്ധമായ ജീവിതം, തിരുസഭയുടെ കൽപ്പനകളോട് ചേർന്ന് നിൽക്കാനുള്ള ആഭിമുഖ്യം, ഈശോ നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസവും ക്രിസ്തുവിലുള്ള വിശ്വാസവും മറ്റുള്ളവരോടുകൂടി പ്രഘോഷിക്കാനുള്ള ഒരു മിഷൻ ചൈതന്യം, ഇതൊക്കെ നമുക്കുണ്ട്. ഇതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് കുടുംബം വിശുദ്ധമാകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യവും മറന്നുപോയാലും ഇവിടെ നിന്ന് ഇന്ന് പോകുമ്പോൾ നിങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഈശോയുടെ തിരുഹൃദയം ഈ സ്ഥാപക പിതാവിന് നൽകിയിട്ടുള്ള പ്രത്യേകമായ പുണ്യങ്ങളിലൂടെ അച്ഛൻ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. നമ്മുടെ ഭവനങ്ങൾ വിശുദ്ധിയുടെ ഇടങ്ങളായിട്ട് മാറണമെന്ന്. അതാണ് ഹോളിനെസ്, കുടുംബത്തിന്റെ ഹോം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അക്ഷരം എന്താണ്? ഓയാണ്, അല്ലെ? എന്തായിരിക്കും ഈ ഓ? ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് അത് ഓപ്പൺനെസ് ആണ്, തുറവിയാണ്. മനുഷ്യന്റെ ജീവിതം, നമുക്ക് ദൈവത്തോട് തുറവി ഉണ്ടാവണം, മനുഷ്യരോട് തുറവി ഉണ്ടാവണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ അനുസരണ വൃത്തത്തിന്റെ പ്രത്യേകതയാണ് ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവുക എന്ന് പറയുന്നത്. തുറന്ന മനസ്സ് നമുക്കുണ്ടാകുന്നത് നമ്മൾ അനുഭവിക്കുന്ന ആന്തരികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്. ഒരു സമർപ്പിതയെ സംബന്ധിച്ച് ആന്തരിക സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഉണ്ടാവുക? എൻ്റെ ഹിതം, എൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി പരിപൂർണമായി സമർപ്പിച്ച് എൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒന്നാകുന്ന ഒരു നിമിഷത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ആന്തരികമായിട്ടുള്ള ഒരു തുറവി, ഒരു സ്വാതന്ത്ര്യം, അത് പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വ്രതത്രയത്തിലൂടെയാണ് ഈ ആന്തരിക സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രതയിലൂടെ, തുറന്ന സംസാരത്തിലൂടെ, നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെ
ആണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നത്. എപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോവുക? നമ്മൾ പോകേണ്ട വഴിയിൽ നിന്ന് വ്യതിചലിച്ച് വേറൊരു വഴിയിലൂടെ പോകുമ്പോഴാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എവിടെയെങ്കിലും ആ വിശുദ്ധിക്ക് തടസ്സമായി ഏതെങ്കിലും വിധത്തിലുള്ള മറ്റ് ബന്ധങ്ങളോ ചിന്തകളോ മറ്റ് ഏതെങ്കിലും ദുശീലങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അയാൾക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് അയാളുടെ ആന്തരിക സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഭാര്യയോടുള്ള ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അവരുടെ ഉള്ളിൽ ചില രഹസ്യ സങ്കേതങ്ങൾ ഉണ്ടാകുന്നു, സൂക്ഷിക്കപ്പെടാൻ ചില രഹസ്യങ്ങൾ ഉണ്ടായി വരുന്നു. ഇങ്ങനെയൊക്കെയാണ് അതിലെ വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം, കുടുംബത്തില് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഒരു വലിയ ആത്മബന്ധം നമുക്കുണ്ട്, തുറന്ന മനസ്സുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് സംസാരിക്കാറുണ്ട്, സംസാരിക്കാനൊരു സ്ഥലമുണ്ട്, ഇടമുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കള് ഒരു കാര്യവും ശരിക്കും പറഞ്ഞാൽ മാതാപിതാക്കൾ മറച്ചു വെക്കാറില്ല, അവർ തുറന്നു പറയും. ഇനി എവിടെയാണ് നിങ്ങളോടുള്ള സ്വാതന്ത്ര്യം അവർക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ, പല തരത്തിലാവാം, നിങ്ങൾ അവരോട് ഇടപെടുന്നതിൽ നിന്ന്, ഒരുപക്ഷെ അവരെ മനസ്സിലാക്കാത്തതിൽ നിന്ന്, അല്ലെങ്കിൽ കുട്ടികൾ ഏതെങ്കിലും വിധത്തിൽ അവരുടെ പുണ്യവഴികളിൽ നിന്നും വിശുദ്ധ വഴികളിൽ നിന്ന് മാറി നടന്ന് തെറ്റിലേക്ക് വീഴുമ്പോൾ, ഇങ്ങനെ ഒരു 100 കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ആന്തരിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് തുറന്ന മനസ്സാണ്. അച്ഛൻ നമ്മളോട് പറയുകയാണ്, ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ കുമ്പസാരക്കൂട്ടില് മണിക്കൂറുകളോളം ഈ ആർട്സിലെ വികാരിയെ പോലെ അദ്ദേഹം ഇരുന്നത്. ഒരു പാപിനിയായ സ്ത്രീയുടെ മാനസാന്തരത്തിന് വേണ്ടി പലതവണ പറഞ്ഞിട്ടും ചെവിക്കൊള്ളാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ കൈവിരൽ മുറിച്ച് ആ രക്തം കൊണ്ട് ഒരു പേപ്പറിൽ അദ്ദേഹം എഴുതി, നീ ഇനിയെങ്കിലും മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കത്ത് തന്നെ സഹായിച്ച ആളിൻ്റെ കയ്യിൽ കൈവശം കൊടുത്തു വിട്ടു. അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യന്റെ വിശുദ്ധിക്ക് വേണ്ടി, ഒരു മനുഷ്യനെ ദൈവത്തോട് ചേർത്ത് നിർത്താൻ വേണ്ടി, പുണ്യവഴികളിലേക്ക് ആളുകളെ നയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഹൃദയ രക്തം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി കൊടുത്തയച്ച മനുഷ്യനാണ്. അവരുടെ കുമ്പസാരക്കൂട്ടിൽ അദ്ദേഹം ഇരുന്നത്. അതുകൊണ്ടാണ് 12 വാഗ്ദാനങ്ങളിൽ ഒരെണ്ണമുണ്ട്, ഏത് കഠിന ഹൃദയത്തെയും മാനസാന്തരപ്പെടുത്താനുള്ള, പശ്ചാത്താപത്തിലേക്ക് നയിക്കാനുള്ള ഒരു വലിയ കൃപ ഞാൻ എൻ്റെ വൈദികർക്ക് നൽകും എന്നുള്ളത് ഈശോ ഹൃദയത്തിന്റെ വാഗ്ദാനമാണ്. ആ പുണ്യം, ആ കൃപ ഹൃദയത്തിൽ സ്വീകരിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ഒരു പുണ്യപ്പെട്ട മനുഷ്യനാണ് ഇവിടെ. അദ്ദേഹത്തിന്റെ അരികിൽ വന്ന് കടന്നു പോകുന്നവരൊക്കെ ജീവിതം മാനസാന്തരപ്പെട്ടിട്ടേ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കാപട്യമില്ലാത്ത, ഒന്നും മറച്ചു വെക്കാനില്ലാത്ത, എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവുക. ഹൃദയശുദ്ധി ഉള്ളവർക്കാണ് ദൈവത്തെ കാണാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും, സമൂഹ ജീവിതത്തിലും, നമ്മുടെ സമർപ്പണ ജീവിതത്തിലും, ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ പ്രിയമുള്ളവരെ, ഒരു ക്രൈസ്തവ വിശ്വാസി എന്ന നിലയിൽ നമുക്കുണ്ടാകേണ്ട ഒന്നാണ് തുറന്ന മനസ്സ്. അപ്പോൾ കുടുംബങ്ങളിൽ അതെങ്ങനെ ഉണ്ടാകേണ്ടത്? ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകേണ്ടത്? ഞങ്ങൾക്ക് സുപ്പീരിയേഴ്സും താഴെയുള്ള ഞങ്ങൾ അംഗങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിലൂടെ ഞങ്ങൾക്കെല്ലാം തുറന്നു പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ അഭ്യസിക്കേണ്ട ഒരു പുണ്യമാണ്. ഇനി ഒരു കുടുംബജീവിതത്തിൽ എങ്ങനെ ഉണ്ടാവണം? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഇന്ന് നമുക്കില്ലാത്തത് സമയമാണെന്ന് ഓർക്കണം. ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന മനുഷ്യർ സാധാരണക്കാരാണ്. കുറച്ചും കൂടെ ഒരു ടൗൺ ഏരിയയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ കുടുംബത്തിൽ പോലും ഒരു വീട്ടിൽ ഒരു വീട്ടിൽ ഒരു 5 സെൽ ഫോണുകളെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പഠിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്, അമ്മയ്ക്കുണ്ട്, അപ്പനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ വീട്ടിലും കാണും അല്ലേ? ചോദിക്കുന്നില്ല. കോൺവെന്റുകളിൽ ഞങ്ങൾക്കുണ്ട് എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഇന്നിപ്പോൾ ഒരു ചെറിയ ഫോണൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. 5 മക്കളും അമ്മയുണ്ട്. അങ്ങനെ 6 ഫോൺ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കെട്ടി വന്ന ആൾ ഉൾപ്പെടെ ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഉണ്ട് ഫോൺ. അപ്പം അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങൾക്കൊക്കെ വല്ലാത്ത അകൽച്ച ഇന്ന് വന്നു പോയി. മുഖത്തോട് മുഖം നോക്കിയിരുന്ന്, കണ്ണിൽ നോക്കിയിരുന്ന് സംസാരിക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് എന്താണ്,
കൂടെയുള്ളവന്റെ ഹൃദയ നൊമ്പരം നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നു. ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കണ്ണ് നിറഞ്ഞു കാണുമ്പോൾ ആരും മക്കൾ കേൾക്കാതെ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുമായിരുന്നു, എന്താണ് നിന്റെ കണ്ണിലൊരു ക്ഷീണം, എന്താ എന്നെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്, നിനക്ക് എന്താ എന്നെ പറ്റിയേ, ക്ഷീണമാണല്ലോ, തലവേദനയാണല്ലോ, വയ്യാണ്ടായോ, ഒത്തിരി പണിയുണ്ടായിരുന്നോ, മടുത്തോ? ഈ വാക്കുകളൊക്കെ നമുക്ക് ഇന്ന് അന്യമായി പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്ന വളരെ മാധുര്യമൂർന്ന വാക്കുകളായിരുന്നു. ഒന്ന് ചേർത്ത് നിർത്തൽ, കണ്ണിൽ നോക്കിയൊരു സംസാരം, കൂടെയുള്ളവൻ്റെ ക്ഷീണമറിയാം, യാത്ര ചെയ്ത് കടന്നു വരുന്നവന് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കാത്തിരിക്കാനുള്ള മനസ്സ്. ഇപ്പോൾ ഒരുപക്ഷെ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ചു, അവിടെ വെള്ളം ഇരിപ്പുണ്ട്, അതെടുത്ത് കുടിച്ചു, അല്ലെങ്കിൽ മക്കൾ കയറി വരുമ്പോൾ അവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്, ഒരുപക്ഷെ ഫോണിലായിരിക്കാം. അപ്പം അങ്ങനെ നമ്മൾക്ക് ഈ തുറന്ന മനസ്സ് നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം ഞങ്ങൾക്കും അതെ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റികളിലും അതെ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊന്നും അധികം ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പുറത്തിറങ്ങുന്നു, ഒരുമിച്ച് ജോലികൾ ചെയ്യുന്നു, ഒരുമിച്ച് ഉല്ലസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ഇത്തിരി സമയം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് പിൻവാങ്ങാനാണ് താല്പര്യം. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കൃത്യമായ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലായിടത്തും വന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു തുറവിയുടെ കുറവ് എന്ന് പറയുന്നത്. അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ നമുക്കൊരു തുറന്ന മനസ്സുണ്ടാവണമെന്ന്. അപ്പോഴാണ് വീട് പവിത്രമാകുന്നത്, അപ്പോഴാണ് ഉള്ളു തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെവിടെ പോയി തിരിച്ചു വന്നാലും അത് പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മദർ സുപ്പീരിയേഴ്സ് അവരുടെ താഴെയുള്ള ആളുകൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ആന്തരിക സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു തുറന്ന മനസ്സിൻ്റെ ഉടമയാണ് ഒരു മദറെങ്കിൽ താഴെയുള്ള അംഗങ്ങൾ എല്ലാവരും അവരുടെ ഹൃദയബന്ധ പറയും. അപ്പോൾ ഈ തുറവി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അച്ഛൻ നമ്മളെ അതാണ് പഠിപ്പിക്കുക. കാരണം അച്ഛൻ ഈ തിരുഹൃദയ സന്യാസിനി സമൂഹത്തെ പടുത്തുയർത്തുന്ന ആ ഒരു പാടുപീഡകളിലൂടെ, ഈ വാക്ക് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ആത്മസംഘർഷങ്ങളിലൂടെ, ഗെത്സമനിൽ യേശു അനുഭവിച്ച ആത്മസംഘർഷങ്ങളിലൂടെ എന്ന പോലെ ഈ മനുഷ്യൻ കടന്നു പോകുമ്പോഴും അധികാരികളുടെ സ്വരത്തിന് ഹൃദയം തുറന്നു കൊടുത്ത ആളാണ്. ദൈവസ്വരത്തിന് ഹൃദയം തുറന്നു കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഒരു 1/4 നൂറ്റാണ്ട് കാലം താൻ തുടങ്ങി വെച്ച സഭയ്ക്ക് ഒരു അസ്തിത്വം, ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആരോടും മറുതലിക്കാതെ, ആരോടും തിരിച്ചു പറയാതെ, അധികാരികൾക്ക് കീഴ്പ്പെട്ട് തുറന്ന മനസ്സോടെ തിരുഹൃദയത്തിൻ്റെ ആ തിരുഹൃദയം തന്നോട് സംസാരിക്കുന്നത് കേട്ട് അതിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുത്തുക. അപ്പോൾ ഓപ്പൺനെസ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഈ പരസ്പരമുള്ള സംസാരം, കേൾക്കാനുള്ള മനസ്സ്, മറ്റൊരാളുടെ ഇഷ്ടം, മറ്റൊരാളുടെ ദുഃഖം, ഇതൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അതിന് പരസ്പരം താങ്ങും തണലുമായി നിൽക്കണമെങ്കിൽ നമുക്ക് ഈ തുറവിയുള്ള മനസ്സുണ്ടാവണം. അപ്പം ആദ്യത്തെ കാര്യം എന്തായിരുന്നു? ഹോളിനെസ്, പരിശുദ്ധി. രണ്ടാമത്തെ കാര്യം ഓപ്പൺനെസ്, തുറവിയാണ്. ഇനി എന്താണ്? എം ആണ് അല്ലേ മൂന്നാമത്തെ കാര്യം. എം അല്ലേ? അവർ കുടുംബവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും സമൂഹവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും ആ വാക്കിനെ ഒരുപാട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷെ ഞാനതിനെ കുറച്ചും കൂടെ ഒരു മാനേഴ്സ് എന്ന് പറയുകയാണ്. എന്താ മാനേഴ്സ് എന്ന് പറഞ്ഞാൽ? മര്യാദകൾ അല്ലേ, ആതിഥ്യ മര്യാദകൾ, കുറേ കാര്യങ്ങൾ അതിനുള്ളിൽ ചേർക്കാം. അതായത് ഒരു വ്യക്തി, നമ്മൾ സാധാരണ ഹൃദയമുള്ള ഒരു മനുഷ്യന് തീർച്ചയായിട്ടും മറ്റുള്ളവരെ കാണാനും കേൾക്കാനും പരിചരിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ആ ഒരു നമ്മുടെ ഒരു പുണ്യമാണ് വാസ്തവത്തിൽ അത്. നിങ്ങൾ ആലോചിക്കുക, വീടുകളിൽ ഞാനിങ്ങനെ പണ്ട് ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിൻ്റെ സമയത്ത്, അതോ ഒരു പ്രസംഗത്തിൻ്റെ സമയത്ത് കേട്ടതാണ്. ഇപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ വന്നൊരു കാര്യമാണ്. ബിസിനസ് മേഖലയിലുള്ള ഒരാൾ, അയാൾ ഒരു പാർട്ട്ണറാണ്. 2-3 പേര് കൂടി ചേർന്ന് ഒരു വലിയ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് ഒരാൾ, പേരൊക്കെ ഞാൻ വിട്ടുപോയി. ആ മനുഷ്യൻ അന്നത്തെ ദിവസം അയാളുടെ പാർട്ട്ണറുമായിട്ട് പിണങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അയാൾ ഒരു സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയത് പാർട്ട്ണറുമായിട്ട് സാമ്പത്തികമായ ചില പ്രശ്നത്തിൻ്റെ പേരിൽ തെറ്റിപ്പിരിഞ്ഞ് ഭയങ്കര സംഘർഷത്തോടെ വന്നത്. വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത എന്താണെന്നറിയാമോ? ഞാൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യയോട് പറയുമ്പോൾ അവൾ ഇതെല്ലാം മനസ്സിലാക്കും,
കയറി വരുമ്പോഴേ എൻ്റെ മുഖഭാവം മാറിയത് കാണുമ്പോൾ അവൾ തീർച്ചയായിട്ടും എന്ത് പറ്റിയെന്ന് ചോദിച്ച് കാര്യങ്ങൾ തിരക്കുമെന്ന് വിചാരിച്ചാണ് വരുന്നത്. പക്ഷെ വീട്ടിൽ പകല് വേറൊരു കാര്യം ഉണ്ടായി. വീട്ടിലുണ്ടായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഈ കഥാനായിക ഭാര്യയുടെ നാത്തൂൻ എന്ന് വീട്ടിൽ വന്നു. മനസ്സിലായല്ലോ, ആ പേര് തന്നെ നാട്ടുപുറത്തെ ഭാഷ പറയാൻ ആഗ്രഹിക്കും. വീട്ടിൽ വന്നിരുന്ന് ഒന്നും തെറ്റും കാര്യങ്ങൾ പറഞ്ഞ് നാത്തൂനും മിക്കവാറും പറഞ്ഞു വരുമ്പോൾ എന്തായാലും മാറും. സാമ്പത്തികം, സ്ത്രീധനം, അല്ലെങ്കിൽ അത് എനിക്ക് കിട്ടിയത് നിനക്ക് കിട്ടിയത്, അങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ ചുരുക്കത്തിൽ വന്നു. അപ്പം അങ്ങനെ വീട്ടിൽ താമസിക്കാൻ വന്ന ഈ പുള്ളിക്കാരത്തി ഇവിടുത്തെ ആളിൻ്റെ പെരുമാറ്റ വൈകല്യം കൊണ്ട്, ബുദ്ധിമുട്ടുള്ള സംസാരം കൊണ്ട് അന്ന് തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങളാണല്ലോ വന്നത്. അപ്പോൾ തിരിച്ചു പോയ പ്രയാസം ഇനി വരും. ചേട്ടൻ വരുമ്പോൾ പെങ്ങൾ വന്ന് തിരിച്ചു പോയ കാര്യം പറയേണ്ടി വരും. അപ്പോൾ അത് പ്രയാസം. അപ്പോൾ ഇനി അത് പറയണമെന്ന് ഓർത്തുകൊണ്ട് ഇവിടെയും ആളെങ്ങനെ ഇരിക്കുന്നത്, ഈ കാര്യം എങ്ങനെ പറയും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്നു, കോളിംഗ് ബെല്ലടിച്ചു. സാധാരണഗതിയിൽ വീടിൻ്റെ മുൻവശത്ത് ഉണ്ടാവുന്ന ഭാര്യയാണ്. അന്ന് വീടിൻ്റെ മുൻവശത്ത് എത്താൻ താമസിക്കുമോ, പെട്ടെന്ന് നോക്കി നിൽക്കുമോ? നിങ്ങൾ തന്നെ പറ, നോക്കി താമസിക്കുമോ? വീടിൻ്റെ മുൻവശത്ത് എന്നും ഉണ്ടാവുന്ന പോലെ ആയിരിക്കുമോ? കുറച്ച് അപ്പുറത്ത് മുറിയിലാണേ. ഇത് വരുമ്പോൾ അങ്ങനെ പറയുന്ന ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പം അങ്ങനെ വന്നു. അപ്പം അതുകൊണ്ട് 1 മിനിറ്റ് താമസിച്ചു, വാതിൽ തന്നു. അപ്പോൾ ആദ്യത്തെ ഡയലോഗ് എന്തായിരിക്കും? ചേട്ടന്മാർ കുറേ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ആദ്യത്തെ ഡയലോഗ് എന്താ ചേട്ടന്മാരെ വരുന്നത്? ഇച്ചിരി താമസിച്ചാൽ ആദ്യത്തെ ഡയലോഗ് എന്നാ പറയുന്നത്? കണ്ടോ, കൃത്യമായിട്ട് അവർക്കറിയാം. എവിടെ പോയി കിടക്കുമായിരുന്നടി ചേച്ചി എന്നാണ് ചേച്ചി കൃത്യം പറഞ്ഞു. എവിടെ പോയി കിടക്കുമായിരുന്നടി എന്നായിരിക്കും ആദ്യത്തെ ഡയലോഗ്. ഇപ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് നമ്മൾ രണ്ടെണ്ണം പറയുമായിരിക്കും. പക്ഷെ ഉച്ചയോട് മുമ്പത്തെ കാലം അത് കേട്ട് ഇവൾക്ക് ഭയങ്കര വിഷമായി. വാതിൽ തുറന്നു, അവൾ തിരിച്ചു കയറിപ്പോയി. അപ്പം അത് രണ്ടുപേരും കൂടി അന്ന് ഭയങ്കര പിണക്കമായി, വിഷമമായി ഇങ്ങനെ. അപ്പോൾ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ അത് കഴിച്ച് പിന്നീട് അത് ഒരു കൗൺസിലിംഗ് വരെ എത്തിയെന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടിരുന്നാലും കയറി വരുന്ന ആളിൻ്റെ മുഖത്ത് നോക്കി അയാളുടെ മുഖത്തിൻ്റെ ആത്മസംഘർഷം, ടെൻഷൻ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ വാക്ക്, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, ഭാര്യ ഭർത്താവിനോട് പറയുന്ന കാര്യം, ഭർത്താവ് ഭാര്യയെ മാനിക്കുന്ന, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇല്ലേ? സംസാരത്തിൽ പിഴയ്ക്കാത്തവനാണ് ഭാഗ്യവാൻ എന്ന് പറയുന്നത്. നാവ് തീയാണ്, തീ കൊണ്ട് അത് വലിയ അഗ്നിജ്വാലകൾ വരെ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഓർത്തു നോക്കും, അപ്പോൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ വളരെ മാന്യമായിട്ട് ബഹുമാനാദരവോടെ ഭർത്താവിനെ മാനിക്കേണ്ടടുത്ത് മാനിച്ച് സംസാരിക്കാൻ, ഭാര്യയെ മാനിക്കേണ്ടടുത്ത് ഭാര്യയെ സംസാരിക്കാൻ, പ്രത്യേകിച്ച് മക്കളുടെ മുൻപിൽ വെച്ചുകൊണ്ട് പരസ്പരം ആദരവോടെ സംസാരിക്കാൻ. നമ്മൾക്ക് എന്തെങ്കിലും വഴക്കോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാനുണ്ടെങ്കിൽ അത് അവരുടെ മുമ്പിൽ വെച്ചല്ലാതെ, അല്ലേ? അങ്ങനെ ചെയ്തു. ഇപ്പോഴത്തെ പിള്ളേർ ഇതെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അവർക്ക് കൃത്യമായി നിങ്ങളുടെ ഡയലോഗ് അറിയാം, കൃത്യമായി അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. അപ്പം അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് പരസ്പരം ആദരിക്കാനും സ്നേഹിക്കാനും നല്ലത് പറയാനും, അപ്പം നമ്മുടെ സമൂഹങ്ങളിലും പ്രിയമുള്ള സഹോദരിമാരെ, നമ്മുടെ കമ്മ്യൂണിറ്റികളിലും ഇതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം. പരസ്പരം ആദരിക്കാൻ, സംസാരിക്കാൻ, മനസ്സിലാക്കാൻ, തുറന്നു പറയാൻ, വരുന്നവരെ സ്വീകരിക്കുന്നിടത്തൊക്കെ നമ്മളുടെ സമർപ്പിത എന്ന നിലയിൽ നമ്മുടെ ആതിഥ്യ മര്യാദയും ആഠ്യത്വവും നമ്മുടെ സംസ്കാരവും ഒക്കെ പ്രകടമാകുന്ന വിധത്തിൽ നമ്മുടെ വാക്കുകളും ചിന്തകളും ഒക്കെ പവിത്രമാകുമ്പോഴാണ് ഹോം എന്ന് പറയുന്ന ഒരു വിശുദ്ധമായ ഇടമായിട്ട് അത് മാറുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി 4-മത്തത് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 4-മത്തെ അക്ഷരം എന്താണ്? ഈ ആണ്. അതെന്തായിരിക്കും? ഈ എന്ന് പറയുന്നത് ഇറ്റേണിറ്റിയാണ്, നിത്യതയെക്കുറിച്ചുള്ള ചിന്തയാണ് പ്രധാനപ്പെട്ട കാര്യം. കൊച്ചരസ്യ പുണ്യവതി പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അപ്പൻ എനിക്ക് ആദ്യം പറഞ്ഞു എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നത് സ്വർഗമാണ്, എന്നെ ആദ്യം പഠിപ്പിച്ച വാക്കും ഈ സ്വർഗമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ നോക്കി, പിറന്നു വീഴുമ്പോഴേ ആ കുഞ്ഞിന് അറിവ് വരുമ്പോഴേ ആ കൊച്ചിന് ആദ്യം പറഞ്ഞു കൊടുത്തത്, പുണ്യപ്പെട്ട കുടുംബങ്ങളിലെ എല്ലാ പ്രിയപ്പെട്ട വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് സ്വർഗമാണ്. പ്രിയപ്പെട്ടവർ, ഈ സ്വർഗത്തെ നോക്കി ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. താൻ കണ്ടുമുട്ടിയ ദൈവജനത്തെയും തൻ്റെ സ്വന്തമായിരുന്ന മക്കളെയും സ്വർഗത്തെ നോക്കി ജീവിക്കാൻ പഠിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഈ മധ്യസ്ഥം തേടി നമ്മുടെ സ്ഥാപക പിതാവായിരിക്കുന്നത്.
ഈ ഭൂമിയിൽ ജീവിച്ച കാലം അത്രയും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയും മനസ്സും വാക്കും പ്രവർത്തനവും സംസാരവും അദ്ദേഹത്തിന്റെ പൗരോഹിത്യം കൊണ്ട് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയതും സ്വർഗമായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ കുടുംബത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിർഭാഗ്യവശാൽ ഇന്ന് ആധുനിക കുടുംബങ്ങളിൽ സ്വർഗമൊഴികെ ബാക്കി എല്ലാത്തിനെ കുറിച്ചുള്ള ചിന്തകളുണ്ട്. സ്വർഗത്തെക്കുറിച്ച് മാത്രം നമ്മൾക്ക് ഇല്ല, ചിന്തകളില്ല എന്നുള്ളതാണ്. ഇപ്പൊ നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നം, ഇതാണ് പ്രധാന ഒരു കുടുംബം വിശുദ്ധമാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പനും അമ്മയും തൻ്റെ മക്കൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതും മനസ്സിൽ കോറിയിടേണ്ട സ്വപ്നവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും സ്വർഗം എന്ന ലക്ഷ്യമായിരിക്കണം, നിത്യതയാണ്. ഇന്നിപ്പോ +2 വരെ കാറ്റഗിസം പഠിക്കുന്ന ഞാൻ +2 ഇതുവരെ നമ്മുടെ ഇരിക്കുന്ന പല സിസ്റ്റേഴ്സും +2 വരെയൊക്കെ പഠിപ്പിക്കുന്നവരാണ്. കാറ്റഗിസം പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സ് നമ്മുടെ കുടുംബങ്ങളിലെ മക്കളോട് വന്ന് ഈശോയെക്കുറിച്ച് ഒരു 10 വാക്ക് പറയാൻ പറഞ്ഞാൽ പറയോ? ഒരു +2 പരീക്ഷയുടെ പേപ്പർ നോക്കി ഞാനിപ്പോൾ ഓർക്കുക. ആ പേപ്പർ ഇങ്ങനെയായിരുന്നു: ഈശോ എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന് അനുഭവം കൊണ്ട്, ജീവിത അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് പ്രഘോഷിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ജീവിതാനുഭവത്തെക്കുറിച്ച് പറയുക. ചുരുക്കം അങ്ങനെയാണ്. അതിനെക്കുറിച്ചൊരു 12 വർഷം അവർ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ക്രിസ്തു എൻ്റെ രക്ഷകനും നാഥനുമാണെന്ന് ഞാൻ വിശ്വാസം കൊണ്ട് എന്തുമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പരിശോധിക്കണം. അവിടെ ഒരു ചോദ്യം അതായത് ഈശോയെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ക്രിസ്തു പുള്ളി ഒരു സംഭവമാണ്. ഞാൻ ആ പറഞ്ഞ വാക്യം തന്നെ എഴുതി വെച്ച വാക്യമാണ് പറയുന്നത്. പുള്ളി ഒരു സംഭവമാണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൻ സംഭവമാണ്, അമ്മ സംഭവമാണ് എന്നൊക്കെ പറയുന്നത് ലാംഗ്വേജ് മാറിപ്പോയല്ലോ ഇപ്പം, അതുകൊണ്ട് കുഴപ്പമില്ല, സാരമില്ല. ക്രിസ്തു ഒരു സംഭവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം, അത് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. രണ്ടാമത്തെ, ജെറുസലേമിൽ ജനിച്ചു. രണ്ടാമത്തെ സെന്റൻസാണ്. +2 എഴുതിയേക്കുന്ന കേട്ടോ. അപ്പോൾ പഠിപ്പിച്ചവരെ നിങ്ങൾ എന്താ പഠിപ്പിച്ചതെന്നായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലെ പേപ്പറല്ല, പുറത്തുനിന്ന് വന്ന ഒരു പേപ്പറാണ്. എന്തുമായിക്കോട്ടെ, എവിടുന്ന് പഠിപ്പിച്ചാലും ഞാൻ പറയുന്നത് എൻ്റെ അങ്ങനെ പോകുന്നു ആ എഴുത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മൾ 12ാം ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം സുവിശേഷങ്ങൾ എത്രയാ മക്കളെ, ആദ്യത്തെ ഏതാ മക്കളെ, എത്ര പുസ്തകമുണ്ട് മക്കളെ, അവസാനത്തേത് ഏതാ മക്കളെ, ആദ്യത്തേത് ഏതാ, ഇതിലേതെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇതിനൊന്നും ഉത്തരമില്ല എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനൊന്നും മക്കൾക്ക് ഉത്തരമില്ല. വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് എല്ലാവരും ഞാൻ പറയുന്നില്ല, മിക്കവാറും ആളുകൾ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, ഓർമ്മയിൽ ജീവിക്കണം, സ്വപ്നവും നമുക്കുണ്ടാവണം, ആ ലക്ഷ്യത്തിനൊത്ത് ജീവിക്കാനുള്ള മാർഗവും നമ്മുടെ വീട്ടിലുണ്ടാവണം. അതുകൊണ്ടാണ് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വ്രതം ചെയ്ത് ഈ കുപ്പായമിട്ട് 4 നേരം പ്രാർത്ഥിക്കും. 4.5 മണിക്കൂറെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാറുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ച് റൊട്ടീൻ അനുസരിച്ച് പോയത് കൊണ്ട് എനിക്ക് നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നമില്ല എങ്കിൽ എൻ്റെ ജീവിതവും എൻ്റെ വ്രതജീവിതവും വ്യർത്ഥമാണ്. ഇപ്പോൾ വ്രതം ചെയ്ത ആരംഭത്തിൽ നമ്മൾ ആദ്യവ്രതം ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ക്രമേണ സമർപ്പിതരായി നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മളൊരു റൊട്ടീൻ പോലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമമായിട്ട് ബെല്ലടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നു, ജീവിച്ചു പോകുന്നു, നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നു. അതിനപ്പുറത്ത് ഈ അപ്പൻ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു സ്വപ്നം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ ഏറ്റവും അവസാനം ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന വാക്ക് നമ്മൾ കേൾക്കേണ്ടി വരും. ഞങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും. ഒരായുസ് മുഴുവനും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട് അവസാനം നിത്യ കവാടത്തിനരികെ ആ വാതിൽ തുറന്നു തരാൻ വേണ്ടി നമ്മൾ മുട്ടി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, കർത്താവേ, ഞാൻ 81 വ്രതം ചെയ്തല്ലോ, ഞാൻ ഇന്ന സ്ഥലങ്ങളിലൂടെ ചെയ്തു, 10-24 വർഷം ഞാൻ പഠിപ്പിച്ചു, ഞാൻ ഒരു കുറേ കാലം ഇങ്ങനെ ഞങ്ങളുടെ പ്രൊവിൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു, ഞാനിങ്ങനെ പാലായി വന്ന് അച്ഛൻ്റെ കബറിടത്തിൽ വന്നുകൊണ്ട് അച്ഛനെക്കുറിച്ചും ഹൃദയത്തെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ സംസാരിച്ചു, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഈശോ പറയാണ്, എനിക്ക് നിന്നെ അറിയാൻ വയ്യ. അതൊന്ന് ആലോചിച്ച് നോക്കി, അതൊരു ഭീകരത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ ഏത് മേഖലകളിലൂടെ ശുശ്രൂഷകൾ ഏത് കടന്നു പോയാലും
നമ്മളെ നയിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആത്മീയത എന്ന് പറയുന്നത് അപ്പൻ നമ്മൾ പറയുകയാണ് നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ഒരു വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ സ്വപ്നം നിത്യതയെക്കുറിച്ചുള്ള സ്വപ്നമാണ്. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് സ്വർഗ കവാടത്തിൽ നിൽക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണണം. തിരുവനന്തപുരം സന്യാസിനി സമൂഹത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങൾ കടന്നു പോകുന്ന കമ്മ്യൂണിറ്റികളിൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച സഹോദരിമാരെല്ലാവരും ഒരുമിച്ച് സ്വർഗ കവാടത്തിന്റെ മുൻപിൽ ആ സ്വർഗത്തിൽ കർത്താവിനെ മുഖാമുഖം ഞങ്ങൾ ഒരുമിച്ച് നിന്ന് കണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റണം, അങ്ങനെ ജീവിക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ അത് വല്ലാത്ത ഒരു അപകടമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ടാണ് പറയുക, വീടിന്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ഇറ്റേണിറ്റി, നിത്യത. അങ്ങനെയുണ്ടോ? സ്വർഗമുണ്ട് എന്ന് മക്കളെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അമ്മമാര്? ഇവിടെ ഇരിക്കുന്ന വല്യമ്മമാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ താഴെയുള്ള നമ്മുടെ തൊട്ട് താഴെയുള്ള തലമുറയിൽ ഒരുപക്ഷെ നമ്മുടെ വല്യമ്മമാരിലും വല്യപ്പന്മാരിലും നമുക്ക് കുറെ വിശ്വാസം കിട്ടി. അടുത്ത തലമുറയിലേക്ക് എന്തോരം കൈമാറി, അടുത്ത തലമുറയിലേക്ക് കൈമാറി, ഇപ്പോഴുള്ള തലമുറയ്ക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് അറിയാവോ? ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാത്ത, ദൈവത്തെക്കുറിച്ച് അറിയാത്ത ഒരു തലമുറ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിൽ വളർന്നു വന്നു. അവരാണ് അന്യദൈവങ്ങളുടെ പുറകെയും വിഗ്രഹങ്ങളുടെ പുറകെയും പിന്നാലെ പോയത്. മോശയിലൂടെ നൽകപ്പെട്ട കൽപ്പനകള് തലമുറകളായി നിങ്ങളുടെ നെറ്റിത്തടത്തിൽ സൂക്ഷിക്കണം, കൈവെള്ളയിൽ സൂക്ഷിക്കണം, നിങ്ങളുടെ വീടിന്റെ കട്ടിടപ്പള്ളി എഴുതി വെക്കണം, കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞു കൊടുക്കണം എന്ന് രാപകൽ പ്രമാണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെന്ന് പൂർവ്വപിതാക്കന്മാരോട് ദൈവം പറഞ്ഞു കൊടുത്ത കാര്യം ആ തലമുറയിൽ ചെയ്തു. അടുത്ത തലമുറയിൽ കുറച്ച് ചെയ്തു, അടുത്ത തലമുറയിൽ പാടെ വിസ്മരിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തെ അറിയാത്തൊരു തലമുറ വന്നു. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നിത്യതയെക്കുറിച്ചുള്ള, സ്വർഗത്തെക്കുറിച്ചുള്ള, സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള, ദൈവിക കാര്യങ്ങളെക്കുറിച്ചുള്ള, ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള, സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള, സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം നമ്മുടെ കുടുംബം, തറവാട്ടിൽ എല്ലാവരും ഒന്നു ചേർന്ന് ദൈവത്തെ മുഖാമുഖം കാണണമെന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ എല്ലാ ദിവസവും എന്നപോലെ നമ്മുടെ മക്കളെ ഓർമ്മപ്പെടുത്തി, പ്രമാണങ്ങൾ ഓർമ്മപ്പെടുത്തി, തിരുസഭയുടെ കൽപ്പനകൾ ഓർമ്മപ്പെടുത്തി, തിരുഹൃദയത്തെ ഓർമ്മപ്പെടുത്തി ആ കുരിശുരൂപത്തിന് മുമ്പിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതി നമുക്കുണ്ടെങ്കിലാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുകയുള്ളൂ. അവിടെയാണ് കുടുംബം വിശദീകരിക്കപ്പെടുകയുള്ളൂ, കമ്മ്യൂണിറ്റികൾ വിശദീകരിക്കപ്പെടുകയുള്ളൂ. അതാണ് ഈ അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് തിരുഹൃദയ പ്രേക്ഷിതനായി കുടുംബ പ്രേക്ഷിതത്വ പ്രവർത്തനങ്ങളിലൂടെ ഇടവകയിൽ ഓരോ വീടും കയറിയിറങ്ങി കുടുംബത്തെ വിശുദ്ധീകരിച്ച് തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് ആ തിരുഹൃദയത്തിലേക്ക് സകലരെയും കൊണ്ടുവന്ന ഈശോയുടെ തിരുഹൃദയത്തിന്റെ ദാസനായ മത്തായിയച്ഛൻ്റെ കബറിടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. നമ്മുടെ വീട് ഒന്ന് വിശുദ്ധീകരിക്കാൻ, നമ്മുടെ ഭവനം വിശുദ്ധമായി ഇടമാക്കിയെടുക്കാൻ ഒരമ്മ എന്ന നിലയിൽ, ഒരപ്പൻ എന്ന നിലയിൽ ഞാൻ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് വീട്ടിലിരുന്ന് ധ്യാനിച്ച് മാറ്റേണ്ടത് മാറ്റാനും, കൂടുതൽ പറയേണ്ടത് പറയാനും, കളയേണ്ടത് കളയാനും, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനും ഒക്കെയുള്ള ഒരു ആത്മീയമായ ഊർജം ഇന്നത്തെ വിശുദ്ധ ബലിയിലൂടെ നമ്മൾക്ക് ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ സ്നേഹപൂർവ്വം ദൂരേന്ന് വന്നിട്ട് പോലും കണ്ണ് തുറന്ന് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഈശോയുടെ തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായിയച്ഛൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിലൂടെ ഇന്നേ ദിവസം നമ്മുടെ ജീവിത നിയോഗങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാം. അച്ഛൻ്റെ കുടുംബക്കാരൻ കൂടിയായ ഒരു അച്ഛനാണ്. അച്ഛനെ കുറിച്ച് പറയുമായിരിക്കും ഇവിടെ കുർബാനയെല്ലാം വരുന്നത്. മത്തായിയച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട ജീവനച്ഛനാണ് നമുക്ക് വേണ്ടി ബലി അർപ്പിക്കുന്നത്. അപ്പം അച്ഛനെ കൃത്യമായിട്ട് അറിയാം മത്തായിയച്ഛനെ കുറിച്ച്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും അച്ഛൻ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വിശുദ്ധ ബലിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. ഈശോയുടെ തിരുഹൃദയം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ധന്യൻ കതലക്കാട്ടിൽ മത്തായിയച്ഛൻ്റെ പ്രാർത്ഥനകളാൽ എല്ലാവർക്കും ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ധാരാളം ദൈവാനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ നല്ലൊരു പ്രബോധനം ബഹുമാനപ്പെട്ട സിസ്റ്റർ നൽകിയത് കേട്ടവരാണ്. അച്ഛൻ ഇനി പറയുന്നത് ചിലപ്പോൾ എന്ത് പ്രസംഗമാകും, അധിക പ്രസംഗമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടയാകാതിരിക്കട്ടെ. ഒരു 11:57 ഒരു 10 മിനിറ്റ് മാത്രമേ അച്ഛ പറയാവൂ എന്ന് ഞാൻ എന്നോട് തന്നെ പറയുവാണ്. അത് കൂടുതൽ പറയരുത്. അത് കൂടുതൽ പറഞ്ഞാൽ വിശന്നു പൊരിഞ്ഞിരിക്കുന്ന ആൾക്കാരോട് കരുണ കാണിക്കുന്ന ഈശോയെ നീ മാറ്റി നിർത്തുകയായിരിക്കും. ഞാൻ എന്നോട് പറഞ്ഞ ഇതല്ല. അവിടെ ഇരിക്കുന്നവർക്ക് സുഖമല്ലേ? സുഖം, എല്ലാവർക്കും സുഖം. ഈ പള്ളിയിൽ വന്നിരുന്നാൽ തന്നെ സുഖവും സൗഖ്യവും ലഭിക്കും, അല്ലേ? സിസ്റ്റർമാർക്കറിയാം, അല്ലേ? നമുക്ക് ഇവിടെ ഇന്ന് ദൂരസ്ഥലത്തു നിന്നുമെല്ലാം തിരഞ്ഞെടുക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന, സന്തോഷത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾ ഈ കുർബാനയിൽ പ്രത്യേകം സമർപ്പിക്കുന്നു. കാസയും ബിലാസയും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം നല്ല വിശ്വാസത്തോടെ, നല്ല സ്നേഹത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മത്തായി അച്ഛനെ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ആളാണ്. മത്തായി അച്ഛൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലുണ്ട്, അല്ലേ? നമ്മൾ കബറിടത്തിങ്കൽ ഇരുന്നാണ് ഈ കുർബാനയിൽ പങ്കെടുക്കുന്നത്. കബറിട ദേവാലയത്തിൽ ഇരുന്നാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത്. മത്തായി അച്ഛൻ നല്ല ഒരു ആദർശ വൈദികനായിരുന്നു, നല്ല ഇടവക വികാരിയച്ഛനായിരുന്നു, നല്ല ആത്മീയ ഉപദേഷ്ടാവായിരുന്നു, തിരുഹൃദയ ഭക്തനായിരുന്നു, നല്ലൊരു താപസനായിരുന്നു. നമുക്ക് മത്തായി അച്ഛൻ്റെ തറവാട് വീടിനോട് ചേർന്നുള്ള പമ്പുരാൻപാറ എന്ന് പറയുന്ന തീർത്ഥാടന സ്ഥലത്തിൻ്റെ സ്ഥാപകനാണ് അദ്ദേഹം. തിരുഹൃദയ ഭക്തി, ദിവ്യകാരുണ്യ ഭക്തി, വചന സ്നേഹം എന്നിവ ശക്തമായി പ്രചരിപ്പിച്ച ആളാണ്. ഇതെല്ലാം സംഭവിച്ചത് 125 വർഷം മുമ്പാണ്. അതാണ് നമ്മളെ ഞെട്ടിക്കേണ്ടത്. ഇതെല്ലാം ഒരു മനുഷ്യൻ ചെയ്യുന്നത് 125 വർഷം മുമ്പ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ ഇതെല്ലാം ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മനുഷ്യനായിരുന്നു, പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. പ്രസംഗപീഠം പ്രധാനമായും കുമ്പസാരക്കൂടും പാവപ്പെട്ടവരുടെ ഭവനങ്ങളും ആയിരുന്നു. നല്ല ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു. നമ്മുടെ പാലായുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഒക്കെ തുടക്കക്കാരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യവും ഊന്നലും നൽകാൻ വേണ്ടി പരിശ്രമിച്ച ആളാണ്. വീണ്ടും നമ്മൾ ഓർക്കണം, ഇത് 125 വർഷം മുമ്പാണ്. അത്രയും വർഷം മുമ്പ് ഒരു വൈദികൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ, ഇങ്ങനെയൊക്കെ നിലപാടെടുക്കണമെങ്കിൽ ആ മനുഷ്യൻ ഉറപ്പായും ദൈവിക മനുഷ്യനാണ്, ദൈവിക വ്യക്തിത്വമാണ്. അതിൻ്റെ അടയാളവും തുടർച്ചയുമായി ഈ ഭൂമിയിൽ മത്തായിയച്ഛൻ്റെ നെഞ്ചിൽ കൊണ്ട തിരുഹൃദയ സ്നേഹം എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി മത്തായിയച്ഛൻ തിരുഹൃദയ സന്യാസിനി സമൂഹം നട്ടു. അത് വളർന്ന് പന്തലിച്ച് കരുണയുടെ ഒരു മഹാവൃക്ഷമായി ഇന്ന് ലോകം മുഴുവൻ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, ആതുര ശുശ്രൂഷയുടെ എല്ലാം സേവനങ്ങൾ ചെയ്തു വരുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, മത്തായിയച്ഛൻ്റെ ആ സ്നേഹം ഇന്നും ഹൃദയത്തിൽ ഏറ്റെടുക്കാനും അത് തുടരാനും കാണിക്കുന്ന സന്മനസ് വളരെ അഭിനന്ദനാർഹമാണ്, അഭിമാനകരമാണ്. അത് അപ്പൻ്റെ ഹൃദയത്തോടുള്ള നിങ്ങളുടെ അടുപ്പത്തിൻ്റെ അടയാളമാണ്. നമ്മളിവിടെ ഇരിക്കുന്ന അൽമായരും ഞാൻ ഉൾപ്പെടെയുള്ള വൈദികരുമെല്ലാം പല തരത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമാണ്. ആ നന്ദി ഹൃദയത്തിൽ സൂക്ഷിച്ച് ഈ പുണ്യ കബറിടത്തിങ്ങൾ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. നമ്മൾ നോമ്പിൻ്റെ 2ാം ദിനത്തിലാണ്, 50 നോമ്പിൻ്റെ 2ാം ദിനത്തിൽ. നമുക്ക് ഇന്ന് മത്തായിയച്ഛനോട് ചേർന്ന് നിന്ന് നോമ്പിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഞാൻ മത്തായിയച്ഛൻ്റെ ജീവചരിത്രം
ഒന്നുകൂടെ ഏതാനും പേജുകൾ വായിക്കുമ്പോൾ മനസ്സിലായത്, മത്തായിയച്ചൻ ജീവിതത്തെ നോയമ്പാക്കിയ മനുഷ്യനാണ്. മത്തായിയച്ചൻ ജീവിതത്തെ നോയമ്പ് ആക്കിയ മനുഷ്യനാണ്. നോയമ്പ് എന്നതിൽ രണ്ട് വാക്കുകൾ നമുക്ക് അടർത്തിയെടുക്കാം. ഒന്ന് നോ ഉണ്ട്, രണ്ട് അൻപുണ്ട്. ഒന്ന് ഇംഗ്ലീഷ്, രണ്ട് തമിഴ്, അല്ലേ? അപ്പൊ നമ്മുടെ ഭാഷയില്ല. ഒന്ന് ഇംഗ്ലീഷ് നോ, രണ്ട് അൻപ്. മത്തായിയച്ചന്റെ ജീവിതം, നോമ്പിന്റെ ജീവിതം ഈ രണ്ട് വാക്കുകൾ കൊണ്ട് പൂർണ്ണമാണ്. തിന്മയോട് നോ പറയാനും മനുഷ്യരോട് അൻപ് കാണിക്കാനും ഒരുവൻ തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ നോമ്പ്. മത്സ്യമാംസാദികൾ വർജിക്കുന്നത് നോമ്പിന്റെ ഭാഗമാണ്. എന്നാൽ യഥാർത്ഥ നോമ്പ് എന്ന് പറയുന്നത് തിന്മയോട്, പാപമേഖലകളോട്, പാപസാധ്യതകളോട്, പാപ സാഹചര്യങ്ങളോട് നോ പറയാൻ ഒരാൾക്ക് സാധിക്കുന്നതും, രണ്ട്, ജീവിതം കുറച്ചുകൂടെ കരുണയുള്ളതാക്കാൻ പരിശ്രമിക്കുന്നതുമാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ ആലിൻ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടിയെയും അവരുടെ മാതാപിതാക്കളെയും അവരുടെ കരുണയുടെ മുഖവും എല്ലാം കണ്ടവരാണ്. കരുണ എന്നാൽ കണക്ക് പറയാതെ കൊടുക്കുന്ന സ്നേഹമാണ്. കണക്ക് എഴുതാതെ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് കരുണ. പ്രിയപ്പെട്ടവരെ, മത്തായിയച്ചൻ നമ്മളെ പഠിപ്പിച്ചത് ഈ തരത്തിൽ ജീവിതത്തെ നോയമ്പ് ആക്കാനാണ്. നമ്മുടെ ജീവിതത്തെ നോയമ്പാക്കണം എന്ന് പറയുമ്പോൾ സുവിശേഷം നമ്മളോട് പറയുന്ന കാര്യം പറഞ്ഞു തരാനാണ് ഞാൻ ഇന്ന് പ്രത്യേകം മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ രൂപപ്പെട്ടത്. ഈശോ മാമോദീസ മുങ്ങി, സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി, ദൈവം സംസാരിച്ചു. ദൈവം സംസാരിച്ചത് എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഓക്കെ ആകേണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ആദ്യ ചുവട് തന്നെ ഇങ്ങനെയാണ്: ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ആത്മാവ് ഈശോയെ എങ്ങോട്ട് നയിച്ചു? മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിൽ ചെന്നപ്പോഴേ പരീക്ഷണം ഉണ്ടോ? ഇല്ല, ചെന്നപ്പോഴേ പരീക്ഷണമില്ല. പക്ഷെ ലൂക്കായുടെ സുവിശേഷത്തിൽ ചെന്നപ്പോൾ തൊട്ട് പരീക്ഷണമാണ്. മത്തായി സുവിശേഷം പറയുന്നു, അവൻ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വിശന്ന് ഇടപാടത്ത് നിൽക്കുമ്പോഴാണ് ഈ പുള്ളി വരുന്നത്, പിശാച് പരീക്ഷണത്തിന് വരുന്നത്. ഇനി ഈശോയെ പരീക്ഷിക്കാൻ, പരീക്ഷണത്തിന് വിധേയപ്പെടാൻ പരിശുദ്ധാത്മാവ് അനുവദിച്ച് കൊണ്ടുപോയി വിട്ട സ്ഥലം ഏതാണ്? മരുഭൂമിയാണ്. മരുഭൂമി കണ്ടിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നേരിട്ട്? ഞാനില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുമ്മാ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? മരുഭൂമി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളാരും തന്നെ സൗദിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും അല്ലേ? മരുഭൂമി കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ആരുമില്ലെന്ന് നമ്മൾ വെച്ചു അല്ലേ? മരുഭൂമിയിൽ പോയിട്ടുള്ളവരുണ്ടോ? കാണാതെ പോകാൻ പറ്റുമോ? പോയിട്ടുണ്ട്. ഇവിടെ പറയുന്ന അച്ഛനും നമ്മളെല്ലാവരും മരുഭൂമി അനുഭവം ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാണ്. ഒരു ജാഗ്രത വേണം. ജീവിതം മരുഭൂമിയായി പോകാതെ ശ്രദ്ധിക്കണം. മരുഭൂമി അനുഭവം കുഴപ്പമില്ല, ജീവിതം മരുഭൂമിയാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ആ കാര്യത്തെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് മരുഭൂമി ഉണ്ടായത്? എങ്ങനെയാണ് മരുഭൂമി ഉണ്ടായത്? ഒരു ദിവസം രാവിലെ ഒരു 5 ഏക്കർ സ്ഥലം വിചാരിക്കുകയാണ്, ഞാനിന്ന് മരുഭൂമി ആയേക്കാം എന്ന് പറഞ്ഞാൽ അത് മരുഭൂമിയാവുമോ? ഇല്ല. മരുഭൂമി ഉണ്ടാകുന്നതിന് ശാസ്ത്രീയമായ പല കാരണങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാരണം അവിടെ മഴ ലഭിക്കാത്ത അനേക വർഷങ്ങളുണ്ട് എന്നതാണ്. എന്ത് കിട്ടിയില്ല? മഴ ലഭിക്കാത്ത അനേക വർഷങ്ങളുണ്ട്. മഴ എവിടെ നിന്നാണ് വരണേ? താഴെ നിന്നല്ല, മുകളിൽ നിന്ന്. താഴെ നിന്ന് പോയിട്ടാണ് അല്ലേ? മഴ കിട്ടാത്ത അനേക വർഷങ്ങളുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൃപയുടെ മഴ ലഭിക്കാത്ത അനേക വർഷങ്ങൾ ഉണ്ടായാൽ ഹൃദയം എന്തായി പോവും?
മരുഭൂമിയായി പോകും. 2, ഈ മഴ ലഭിക്കാത്തതിന്റെ കാരണം എന്താണ്? മഴമേഘങ്ങൾ അങ്ങോട്ട് വരാത്തതാണ്. മഴമേഘങ്ങൾ വരാത്തത് ഇവര് വരണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണോ? അല്ല, മറിച്ചോ ഈ മഴമേഘങ്ങളെ തടസ്സപ്പെടുത്തുന്ന മഹാമലകൾ അതിൻ്റെ ഓരങ്ങളിൽ ഉണ്ട്. അപ്പോൾ തടസ്സമുണ്ട്. 1, കൃപ കുറവ്, മഴക്കുറവ്. 2ാമത്തെ പ്രതിസന്ധി, ഈ മഴമേഘങ്ങൾ വരുന്നില്ല. പഴയ നിയമത്തിൽ മോശ വാഗ്ദാന പേടകം ഉണ്ടാക്കി കഴിയുമ്പോൾ എന്താ പറയുന്നേ? ദൈവത്തിന്റെ മേഘം അതിന്മേൽ വന്നു നിറഞ്ഞു. ദൈവവചനം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ മേലെ ദൈവത്തിന്റെ മേഘം വന്നു നിറഞ്ഞു. ഇസ്രായേലിന്റെ മരുഭൂമി അനുഭവത്തിൽ 2 തരം മേഘമുണ്ട്. 1, തണല് കൊടുക്കുന്ന മേഘം. 2, വെളിച്ചം പടർത്തുന്ന മേഘം. 2 മേഘമുണ്ട്. ഈ മരുഭൂമിയിൽ മേഘമില്ല. എന്ത് മേഘമില്ലാത്ത? മഴമേഘങ്ങൾ വന്നില്ല. ആലോചിക്കാം, എൻ്റെ ജീവിതത്തിന്റെ മേലെ ദൈവത്തിന്റെ മേഘം വരാതിരിക്കാനുള്ള തടസ്സങ്ങൾ എൻ്റെ പരിസരത്തുണ്ടോ? 3, അതിശക്തമായ ചൂടായിരിക്കും. ഈ മരുഭൂമിയിൽ അതിശക്തമായ ചൂടായിരിക്കും. നമുക്ക് ആ ചൂടിനെ കോപം, ദേഷ്യം എന്ന് മാറ്റി വായിക്കാം. എല്ലാത്തിനും ദേഷ്യം, സകല കാര്യത്തിനും അരിശം. ഭയങ്കര ചൂടാണ്. ഉള്ളിലെ മരുഭൂമിയാണ് ഈ തിളച്ച് പുറത്തോട്ട് വരുന്നത്. അടുത്തത്, ഈ മരുഭൂമിയുടെ പ്രത്യേകതയാണ് അവിടുത്തെ മണ്ണ് വരണ്ടതാണ്. മണ്ണ് വളരെ വരണ്ടതാണ്. കുറച്ചുകൂടെ ശാസ്ത്രീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അവിടെ മഴ കിട്ടാത്തതിൻ്റെ കാരണം അവിടെ ന്യൂനമർദ്ദ മേഖലകൾ ഉണ്ടാകുന്നില്ല. അവിടെ ഹൈ പ്രഷറാണ്. മരുഭൂമിയുടെ മുകളിൽ ഹൈ പ്രഷറാണ്. മർദ്ദം കൂടുതലുള്ളത് കൊണ്ടാണ് മഴമേഘങ്ങൾ അങ്ങോട്ട് വരാത്തത്. പ്രഷർ കൂടുതലുണ്ടോ? ടെൻഷൻ കൂടുതലുണ്ടോ? കൃപയുടെ മേഘം വരത്തില്ല. കൃപയുടെ മേഘം നമ്മുടെ മേലെ വരത്തില്ല. ഇങ്ങനെ പല തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു സംഭവിക്കാം? ജീവിതം, ഹൃദയം മരുഭൂമിയായി മാറാം. നമുക്കെല്ലാവർക്കും ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. വൈദികനുണ്ടാകും, സന്യാസിനിക്കുണ്ടാകും, കുടുംബനാഥനുണ്ടാകും, കുടുംബനാഥയ്ക്കുണ്ടാകും, യുവാവിനുണ്ടാകും, യുവതി, എല്ലാവർക്കും ഉണ്ടാകും മരുഭൂമി അനുഭവം. മരുഭൂമിയിൽ ഒരു പിടി നെഗറ്റീവ് കാര്യങ്ങളുണ്ട് താനും. 1, അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല, അവിടെ കുടിക്കാൻ വെള്ളമില്ല, അവിടെ മനുഷ്യന് വീട് വെച്ച് കിടക്കാൻ പറ്റത്തില്ല. കിടന്നാൽ ബൈബിളിലെ വീട് പോലെ ഇരിക്കും, മറിഞ്ഞു പോകും. അവിടെ പൊടിക്കാറ്റുണ്ട്, അവിടെ ചൂടിലോ ഒരുപിടി നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും മരുഭൂമിയിൽ 2 മഹാസാധ്യതകളുണ്ട്. ഈ മരുഭൂമിയിൽ നിറയെ ധാതുക്കളുണ്ട്, മിനറൽസ് ഉണ്ട്. 1. 2, ഈ മരുഭൂമിയിൽ കൊണ്ടുപോയി സോളാർ പാനൽ വെച്ചാൽ കാശ് കൊടുക്കാതെ കറണ്ട് ഉണ്ടാക്കാം. 2 കാര്യം ഞാൻ വിശ്വസിക്കുന്നു. മത്തായിയച്ചൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ധാരാളം മരുഭൂമി അനുഭവങ്ങൾ, ശൂന്യതയുടെ അനുഭവങ്ങൾ, സങ്കട അനുഭവങ്ങൾ, നട്ടതൊന്നും മുളച്ചു പൊങ്ങാത്ത സഹനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മത്തായിയച്ചൻ ഈ മരുഭൂമിയെ എങ്ങനെയാണ് സ്വർഗമാക്കിയത് എന്ന് 2 അടയാളങ്ങളിലൂടെ, ശാസ്ത്രീയ അടയാളങ്ങളിലൂടെ മനസ്സിലാക്കണം. 1, മരുഭൂമിയിലെ ഈ ധാതുക്കൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതും കിട്ടത്തില്ല. എന്ത് ചെയ്യണം? നല്ലോലെ കുഴിക്കണം, നല്ലോലെ കുഴിക്കണം, അധ്വാനിക്കണം, കഷ്ടപ്പെടണം, ത്യാഗം ചെയ്യണം, ഉറക്കളയ്ക്കണം. എന്തുമാത്രം അധ്വാനിക്കാമോ അത്രയും ആഴത്തിലേക്ക് പോകുമ്പോൾ ആ മണ്ണ്, ആ മണല്, ആ ഇടം എന്തായി മാറും? സമ്പത്തായി മാറും. അനേകർക്ക് അനുഗ്രഹമായി മാറും. മത്തായിയച്ചൻ നിന്ന മണ്ണിൽ ആഴപ്പെട്ട്
ആ മണ്ണിനെ സമ്പത്താക്കി മാറ്റിയ മനുഷ്യനാണ്. രണ്ടാമത്, മരുഭൂമിയിൽ കൊണ്ടുപോയി സോളാർ പാനൽ വെച്ചാൽ മതി, ചുമ്മാ കറണ്ട് കിട്ടും. മാസം മാസം മറ്റേ ചേട്ടൻ വന്ന് നീളമുള്ള കടലാസ് തരത്തില്ല. നീളമുള്ള കടലാസ് കിട്ടിയല്ലേ വീട്ടിൽ, അവസാനം നീളത്തിലൊരു കടലാസ്, അതിൻ്റെ അടിയിൽ 9517 രൂപ എന്ന് എഴുതി തരും. ഇത് വരത്തില്ല. ഈ സോളാർ പാനല് പക്ഷെ അവിടെ നിൽക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ചൂടത്ത് സഹിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യണം. സ്വർഗത്തിലേക്ക് കണക്ഷൻ ഉണ്ടാകണം. സ്വർഗത്തിന്റെ പ്രകാശം സ്വീകരിച്ച് ആ പ്രകാശത്തിൽ നിന്ന് ഊർജത്തെ മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഈ സോളാർ പാനല് കൃപയായി മാറുന്നത്. മത്തായിയച്ചൻ 125 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്നുകൊടുത്ത ഒരു സോളാർ പാനലാണ്. ഇന്നും ആ നിൽക്കുകയാണ്. അനേകർക്ക്, ലക്ഷങ്ങൾക്ക് അനുഗ്രഹം പകരുന്ന, ഊർജം കൊടുക്കുന്ന, ഈശോയുടെ തിരുഹൃദയ സ്നേഹം പകർന്നു കൊടുക്കുന്ന മാധ്യമമായി നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകാൻ അവൻ ചെന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഓർത്തത്, ധ്യാനിച്ചത്. മരുഭൂമി ആകരുത്, പക്ഷേ മരുഭൂമിയെ താപസ സ്ഥലമാക്കി മാറ്റണം. ജീവിതത്തെ നോയമ്പ് ആക്കണം. ഈശോ പ്രലോഭനങ്ങളെ അതിജീവിച്ചത് ഈ ആത്മബലത്തിലാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മത്തായിയച്ചന്റെ 125 പൗരോഹിത്യ സ്വീകരണ ദിനം നമുക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.